ഞാൻ ഇന്ന് രാത്രിയിൽ ഈ 5-ാം അധ്യായത്തിൻ്റെ ആ ഭൂതഗ്രസ്തൻ്റെ വേദഭാഗമാണ് വിശദീകരിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. 1 മുതൽ 20 വരെയുള്ള വാക്യത്തിലാണ് ഈ മനുഷ്യനും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഭാഗം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഗദരദേശത്തേക്ക് യേശു അടിയന്തരമായിട്ട് ചെല്ലുന്നു. അവിടെ ചെന്ന ഉടനെ യേശുവിനെ ഇവൻ എതിരേറ്റ് ചെല്ലുന്നു. കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം കർത്താവ് അധികമൊന്നും സംസാരിക്കുന്നില്ല. വളരെ പെട്ടെന്ന് അവൻ്റെ ഭൂതം അവനെ വിട്ടുപോകുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ യേശുവിൻ്റെ പിറകെ യാത്രയാകാൻ ഒരു അനുമതി ചോദിക്കുന്നു. യേശു പറഞ്ഞു, വേണ്ട, നീ എൻ്റെ കൂടെ വരണ്ട എന്ന് പറയുന്നു. അവനെ ആ നാട്ടിൽ ആദ്യത്തെ ഇവാഞ്ചലിസ്റ്റായി, സുവിശേഷകനായി യേശു അപ്പോയിൻമെൻ്റ് ചെയ്യുന്നു. അവിടെ യേശു ആ ദേശത്തേക്ക് കടന്ന് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം നിലവിളിയാണ്. അത് കേട്ടോണ്ടാണ് യേശു അവിടെ ചെല്ലുന്നത്. പക്ഷേ യേശു അവിടെ നിന്ന് പോരുമ്പോൾ ആ സാഹചര്യമാകെ മാറി. അവൻ ദെക്കപ്പൊലിയിൽ കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം ഇങ്ങനെ ഘോഷിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാണ് അധ്യായം അവസാനിക്കുന്നത്, ആ ഭാഗം. അപ്പോൾ യേശു ചെല്ലുമ്പോൾ ആ ദേശത്ത് നിലവിളിയാണ്. പക്ഷേ യേശു തിരിച്ചു പോരുമ്പോൾ നിലവിളിയില്ല, അവിടെ വലിയ ഘോഷമാണ്. നമ്മുടെയൊക്കെ യോഗങ്ങൾ തീരുമ്പോൾ ഈ നാട്ടിൽ അനേകരുടെ നിലവിളിക്കൊരു മറുപടി ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുവാൻ ഇടയായിത്തീരണം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ വേദഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് കടന്ന് ഒരുമിച്ച് ഒരു വചനധ്യാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിൻ്റെ പേരെന്ത്? അതാണ്. ഞാൻ സാധാരണഗതിയിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രസംഗ വിഷയം അതിൻ്റെ വാക്യം വായിച്ച് കഴിയുമ്പോൾ ആളുകളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആളുകൾ സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും. ഇപ്പോൾ ഇന്നലെ ഞാൻ മാമൂട് പ്രസംഗിക്കുകയായിരുന്നു. അവിടെ സമയം അടുത്തിരിക്കുന്നു, അതായിരുന്നു, സമയം അടുത്തിരിക്കുന്നു. കേട്ട ഉടനെ ആളുകൾ ഹല്ലേലൂയ എന്ന് പറയും. കാരണം ഇവിടുന്ന് പോകാനുള്ള ആഗ്രഹമാണോ എന്തെങ്കിലും ആട്ടെയാണ്. പക്ഷേ ഇന്ന് വരെ ഞാൻ ഈ ഭൂതഗ്രസ്തൻ്റെ വാക്യം വായിച്ചു കഴിഞ്ഞ് ഒരാളും സ്തോത്രം പറയുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, ഞങ്ങൾ ആറ്റുനോറ്റ്, പ്രത്യേകിച്ച് ഈ സഭയൊക്കെ ഒരു ചെറിയ സഭയാണ്. ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഈ സെറ്റപ്പിലൊന്നും ഒരു യോഗം നടത്താനുള്ള കപ്പാസിറ്റിയൊന്നും അവരുടെ കയ്യിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിലുണ്ടോ, ഓക്കെ, ഒരു ഭാരം കൊണ്ട് നടത്തുക. അപ്പം അങ്ങനെ ആറ്റുനോറ്റ് ഞങ്ങളൊരു കൺവെൻഷൻ നടത്തിയിട്ട് 35-ലേറെ അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട് വേദപുസ്തകത്തിൽ. എത്രയോ അന്തസ്സുള്ള കഥാപാത്രങ്ങളുണ്ട്, ഇല്ലേ? എന്നിട്ട് ഞങ്ങളുടെ ഈ കൺവെൻഷന് പാസ്റ്റ് തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആരെ? ഒരു വട്ടനെ, ഒരു ഭ്രാന്തനെ. അല്ല, ഞങ്ങളും ഈ ഭ്രാന്തനും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് എന്നൊരു ചിന്ത നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ് ഈ വാക്യം വായിച്ചു കഴിഞ്ഞ് ആരും സ്തോത്രം പറയാത്തതിൻ്റെ കാരണം. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഭ്രാന്തനും നമ്മളും തമ്മിൽ എവിടെയോ ഒരകന്ന ബന്ധമുണ്ടെന്നുള്ളത് ഒന്ന് സ്ഥാപിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വലിഞ്ഞു മുറുകിയ മോന്തയുടെ ഞരമ്പൊന്ന് പൊട്ടിച്ചിട്ട് വേണം ഈ വിഷയത്തിൻ്റെ അകത്തോട്ട് കയറാൻ. പല വിധത്തിൽ നമുക്ക് ഈ ഭ്രാന്തുമായിട്ടൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് ആദ്യം ചിന്തിക്കാം. ഒന്ന്, ലോകത്തിലുള്ള മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യനായി പിറന്നിട്ടുള്ള സകല മനുഷ്യരിലും 10% അൺനോർമൽ അവസ്ഥയുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഭ്രാന്തുണ്ടെന്നാണ്. എത്ര ശതമാനം? 10%. അപ്പോൾ ഈ ഇരിക്കുന്നവരിലെല്ലാം എന്തുണ്ട്? 10%. എനിക്കും നിങ്ങൾക്ക് 10% ഉണ്ടെന്നാണ്. 10% ഉള്ളത് കൊണ്ട് ഒരാളെ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ ഞങ്ങൾ ചില ആളുകളെ വർത്താനവും മട്ടും മാതിരിയൊക്കെ കാണുമ്പം ഞങ്ങൾ പറയും 10 കുറവാന്ന് തോന്നുന്നേ എന്ന് പറയാറുണ്ട്.
അവരെ നമ്മൾ പരസ്യമായിട്ടൊന്നും, പക്ഷെ ചില ആളുകളെ കാണാൻ പറയും 10 ഉള്ളെന്ന തോന്നി പറയും. അവരെ അങ്ങനെ വിളിക്കാറുണ്ട് ആളുകൾ. ഇപ്പം ഈ 10% അല്പം അൺനോർമൽ അവസ്ഥയുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല, അത് വേണം മനുഷ്യന്. വികാരവും വിവേകവും ഒരു മനുഷ്യൻ്റെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ചില സ്വഭാവങ്ങളാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് വർക്ക് ചെയ്യില്ല. ആദ്യം മിക്കവാറും പൊങ്ങി വരുന്നത് വികാരമാണ്. കോപം ഒരു വികാരമാണ്, ചിരി ഒരു വികാരമാണ്. ഏത് വികാരവും ഒത്തിരി കുറഞ്ഞാൽ ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. ഇനി അമിതമായി കൂടിയാലോ അത് മുഴുഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ ഒന്നും ഒരു കാര്യമായിട്ട് അങ്ങനെ വേണ്ടാൽ നമ്മൾ എന്തെങ്കിലും കുറവുണ്ടോ? ഇനി ഒത്തിരി നേരം മൗനമായിട്ടിരിക്കുകയാണെങ്കിലോ? ഇതാ ഒരാൾ എന്ത് കേട്ടാലും ചിരിക്കുകയില്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? ഈ ചിരിക്കാത്ത ആളുടെ മുഖവും മൃഗത്തിൻ്റെ മുഖവും ഒരുപോലെയാണെന്നാണ് ആരാണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഞാൻ ചില ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിരിക്കാത്ത ഒരാളുടെ മുഖവും ഈ തമാശ കേട്ടിട്ട് ചിരിക്കാത്ത ഒരാളുടെ, അതാണ് ഉദ്ദേശിക്കുന്നത്, ചുമ്മാ ഇരിക്കുന്ന ആളുടെ അല്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒന്ന് എന്ത് കേട്ടാലും ചിരിക്കുകയില്ല. അപ്പോൾ എന്ത് വിചാരിക്കും? എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ചില ആളുകൾ നിർത്താതെ ചിരിക്കുക. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? അതിവിടെ ജീവിക്കേണ്ട ആളല്ല. അതാ. അപ്പോൾ ഏത് വികാരവും ഒത്തിരി കുറഞ്ഞാലും പ്രശ്നമാണ്. നമ്മുടെ ആത്മീകം പോലും അങ്ങനെ അറിയാമോ? ആത്മീകം പോലും എന്നാ പറഞ്ഞാലും സ്വത്രം പറയാത്തവരുണ്ട്. എന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെ അർത്ഥം. ഇനി എല്ലാറ്റിനും സ്വത്രം പറഞ്ഞു, അത് എന്തോ കുഴപ്പമുണ്ടെന്നാ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം സ്വത്രം പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. കണ്ടോ? കുതിരയെപ്പോലെ ആകരുത്, കോവർ കഴുതയെപ്പോലെ ആകരുത്. ദാരിദ്ര്യം എനിക്ക് വേണ്ട, സമ്പത്ത് വേണ്ട, ഇടയ്ക്കാണ്, എല്ലാം ഇടയ്ക്കാണ്. വികാരം പൊങ്ങി വന്ന് സകലവും തകർത്ത് കഴിയുമ്പോഴാണ് ഏത് പൊങ്ങി വരുള്ളൂ? വിവേകം. ഉദാഹരണം, എൻ്റെ അപ്പന് ഭയങ്കര കള്ളുകൂടിനായിരുന്നു. അപ്പോൾ രാത്രി വീട്ടിൽ വന്നാൽ നന്നായിട്ട് അമ്മയെ ഉപദ്രവിക്കും. പാത്രവും ചട്ടിയും കലവും എല്ലാം തല്ലി പൊട്ടിക്കും. അപ്പോൾ ഒരു യുദ്ധക്കളമാണ്. ഉപദേശമാരെ പറയുന്ന പോലെ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. ഉഷസ്സിലോ ആനന്ദഘോഷം. ഉഷസ്സിലൊരു കുഴപ്പമില്ല. അപ്പോൾ രാവിലെ ഇങ്ങനെ അപ്പനങ്ങനെ എഴുന്നേറ്റ് ഇച്ചിരി വൈകിയൊക്കെ ഒരു യുദ്ധക്കളത്തിലാണല്ലോ. ചായ ചോദിക്കും അമ്മ ഒരു പൊട്ടിയ ചട്ടിക്കകത്ത് ചായ കൊണ്ട് കൊടുക്കുന്ന രംഗം ഞാൻ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പം അപ്പൻ ചോദിക്കൂടെ ഗ്ലാസ് ഒന്നും ഇല്ലടി? ഉണ്ടായിരുന്നു, എല്ലാം നിങ്ങൾ ഇന്നലെ പൊട്ടിച്ചു. അപ്പം പറയും സാരമില്ല, എല്ലാം ഇന്ന് ഉച്ച കഴിഞ്ഞ് മേടിച്ചുകൊണ്ട് വരാം. വളരെ മര്യാദയ്ക്കാണ് പറയുന്നത്. എൻ്റെ അമ്മ പറയും കള്ളുകുടിയന്മാർ 2 സമയത്ത് വളരെ നല്ല ആളുകളാണ്. ഒന്ന് നേരം വെളുക്കുമ്പോഴും, 2 ഉറങ്ങുമ്പോഴും. ഈ 2 സമയത്തും ഒരു കുഴപ്പമില്ല, നല്ല ആളുകളാണ്. അപ്പോൾ ഇത്ര വളരെ സാമാന്യ മര്യാദയ്ക്ക് അമ്മയോട് അപ്പന് വർത്തമാനം പറയുമ്പം അമ്മ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം എന്ത് മര്യാദക്കാരനാണ്? ഇന്നലെ നിങ്ങൾക്കെന്നാ അതാ. ഇപ്പം ഈ വികാരം നമ്മുടെ ഇടയിൽ അങ്ങനെയുണ്ട്. പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞ് ഇടപാട് കഴിഞ്ഞും കുറ്റിയും തെറിപ്പിച്ച് കഴിയുമ്പോഴാണ് അത്രയും. അപ്പം എല്ലാ ആളുകളിലും എന്തുണ്ടെന്നായി പറഞ്ഞ്. ഇനി വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിയായ ഒരു ആത്മീകൻ അവൻ ഭ്രാന്തനാ. ബൈബിളിൽ അങ്ങനെ ഉണ്ട്. ആത്മപൂർണൻ ഭ്രാന്തനാണെന്ന്. ഞാൻ 6 ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അത്രയും പഠിപ്പിക്കുന്ന പറയാൻ വേണ്ടിയിട്ടില്ല. എൻ്റെ ഒരു മാസ്റ്റർ പീസ് വിഷയമാണ് സെക്കൻഡ് കമ്മിങ് ഇവാഞ്ചലിസം. അപ്പം ഞാൻ പറയും, എൻ്റെ പൊന്നു മക്കളെ, ഈ VTH വീഡിയോ കൊണ്ടൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. നല്ലതൊക്കെയാണ് കേട്ടോ, ഇവിടെ പഠിക്കുന്ന പിള്ളേർ നിന്നൊക്കെ നല്ലതൊക്കെയാണ്. പക്ഷേ ഒരു ഭ്രാന്തകത്ത് കയറിയാൽ, VTH വീഡിയോ അകത്ത് കയറിയാൽ എന്നല്ല, അതൊക്കെ കയറിയാൽ ബൈബിൾ കോളേജിലെ ജോലി അന്വേഷിക്കുകയുള്ളൂ. പക്ഷെ ഒരു ഭ്രാന്തകത്തോട്ട് കയറിയാൽ അവന്മാരെ സുവിശേഷ വേല ചെയ്യൂ. സ്തോത്രം. യേശുവിൻ്റെ കൂടെ നടന്ന് 3.5 വർഷം കൊണ്ട് എല്ലാം പഠിച്ച ആളാണ് പത്രോസ്. ഒറ്റ പ്രാവശ്യം വല വീശിയിട്ടുള്ളൂ. 3000 എണ്ണത്തെ കിട്ടി അന്ന് മുതൽ പിന്നെ പത്രോസ് പഠിപ്പിക്കുകയാണ് എങ്ങനെ വല വീശാം. ഇതാണ് പുള്ളി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വല വീശിയിട്ടേ ഇല്ല.
പക്ഷേ ഇവൻ വല വീശാനുള്ളവൻ ഇങ്ങനെ ഇരുന്ന് തിയോളജി പടച്ചിറക്കുമെന്ന് കണ്ടപ്പോൾ ദൈവം ഒരു ഭ്രാന്തനെ കണ്ടു. ഈ മാർഗത്തിലുള്ളവരെ എല്ലാം കൊന്നുമുടിക്കാൻ ഇറങ്ങിയ ഒരു അരവട്ടൻ. യേശുവിന് മനസ്സിലായി, ഇവൻ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ വേല നടക്കും. ആരെ? ഈ ഭ്രാന്തനെ കിട്ടിയാൽ. അവനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് ചൂണ്ടയിട്ട് പിടിച്ചെടുത്തു. ആ ഭ്രാന്തന് പിന്നെ വല്ല അതിരുണ്ടായിരുന്നു? അവൻ പുഴവക്കത്ത് കൂടി വന്നവരോട്, ജനങ്ങളോട്, മഹാസമുദ്രത്തോട്, യോഹന്നാന്റെ ശിഷ്യന്മാരോട്, കാരാഗ്രഹത്തിൽ രാജാവ് പറഞ്ഞവനെ കൊണ്ടുവാ, കേൾക്കട്ടെ. അവൻ്റെ ന്യായവിധി പ്രസംഗം കേട്ടപ്പോൾ രാജാവ് പറയാണ്, വിദ്യാബഹുത്വത്താൽ നിനക്ക് സ്വത്രം. അപ്പം നമുക്കെല്ലാവർക്കും അതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നുമില്ലെന്നും പറഞ്ഞിരിക്കരുത്. 10% എന്തുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു അൺനോർമൽ, അങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞാൽ. 2, ഭ്രാന്തൻ്റെ ലക്ഷണം എന്താണെന്ന് ഈ മർക്കോസ് 5 നോക്കണം. ഇപ്പോൾ വായിക്കൊന്നും വേണ്ട, പുസ്തകമൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, വീട്ടിൽ ചെന്നും വായിക്കാം, വന്നതൊക്കെ തിരിച്ചു കൊണ്ടുവച്ചാൽ മതി. ലക്ഷണങ്ങൾ നോക്കാം, ഭ്രാന്തൻ്റെ ലക്ഷണം. അപ്പോൾ അത് നമുക്കുണ്ടെങ്കിൽ എന്തുണ്ടെന്നാ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എബ്രായ രാവെ പഠിക്കാനൊന്നും പോണ്ട. 1, ഇവന് രാപകൽ ആരോടൊന്നില്ലാതെ ഇങ്ങനെ നിലവിളിച്ചോണ്ട് വർത്താനം പറഞ്ഞോണ്ട് നടക്കുകയാണ്. ആര്? ഈ ഭ്രാന്തൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ ഭ്രാന്തന്മാരെ മിണ്ടാതിരിക്കുമോ? എപ്പോഴും ആരോടും എന്തിനും മുൻവർത്താനം പറഞ്ഞു നടക്കും. അങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊരു ഭ്രാന്തിന്റെ ലക്ഷണമാണെങ്കിൽ ഏതാണ്ട് ഒരു 130-140 കോടി മൊബൈൽ കണക്ഷൻ ആയിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ തന്നെ. ഇനി ആ മൊബൈൽ കണക്ഷൻ കിട്ടിയതൊന്നുമല്ല പ്രശ്നം. ഈ പിള്ളേർ മുതൽ വലിയവർ വരെ നടക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പണ്ടൊക്കെ നമ്മൾ ഈ സിറ്റിയിലോട്ട് ഇറങ്ങുമ്പം വല്ലപ്പോഴും ഒരു ഭ്രാന്തനെ കണ്ടിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇറങ്ങുമ്പം വല്ലപ്പോഴും ഒരു മര്യാദക്കാരനെ കാണാനുള്ളൂ, ബാക്കി മൊത്തം ഭ്രാന്ത. മരിച്ചു കഴിയുമ്പോഴാണ് ചെവിയിൽ പഞ്ഞി വെക്കേണ്ടത്. പിള്ളേർ ഇപ്പോഴേ തിരികെ ഉറപ്പിച്ച് വെച്ചിരിക്കുക. ഞാനൊക്കെ വഴി ചോദിക്കാൻ വേണ്ടി കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി 10 പ്രാവശ്യം ചോദിക്കുമ്പോഴാണ് അവന് ഒരെണ്ണം എടുത്തും റൂട്ട്സിൻ്റെ ഹോൺ അടിച്ചാൽ കേൾക്കുകയില്ല, കൊമ്പനാന കൊല വിളിച്ചാൽ കേൾക്കുകയില്ല. ശബ്ദതരംഗങ്ങൾ തടുത്തു നിർത്തി അകത്തോട്ട് വിടാനാണ് ചെവിക്ക് ഇതുപോലെ 2 സാധനം വെച്ചിരിക്കുന്നത്. മനസ്സിലായി? ആ സാധനം അടച്ചു വെച്ചാലത്തെ സ്ഥിതി എന്താ? 35-40 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ചെവിയെ കേൾക്കാൻ മേലാണ്ടാവില്ല. അപ്പോൾ ഹൃദയം ചൂടാകുന്നത് വരെ അല്ല, ചെവി ചൂടാകുന്നവരെ കൂട്ടുകാരോട് സംസാരിക്കാൻ അറിയാം, പക്ഷേ ജന്മം തന്ന ദൈവത്തോട് ഹൃദയമൊന്ന് ചൂടാകുന്നവരെ സംസാരിക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ എവിടെയോ പ്രശ്നമുണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്ത ലക്ഷണം ആ മർക്കോസ് 5 വായിക്കുന്നുണ്ട്, ഇവനെ ആർക്കും അടക്കുവാൻ കഴിഞ്ഞില്ല. ഭ്രാന്തിൻ്റെ അടുത്ത ലക്ഷണം. ചില ആളുകളെ നമുക്ക് ആർക്കും ഒതുക്കാൻ കഴിയില്ല. ഒരു ഡീസൻ്റ് ആയിട്ടാണ് പിള്ളേരെ കണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഡീസൻ്റ് പിള്ളേരോട് ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, നിനക്ക് എവിടെയോ കുഴപ്പമുണ്ട്. കറ തീർന്ന് പറയുകയാണ്, നിനക്ക് എവിടെയോ കുഴപ്പമുണ്ട്. നീ ആർക്കെങ്കിലും ഒതുങ്ങണം, ആർക്കെങ്കിലും കീഴടങ്ങണം. ഭൂമിയിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ, അപ്പോൾ ഈ ചെറിയവനാകാത്തത് കൊണ്ടാണെന്നറിയാമോ? വലിയവനെ കാണാത്തത് കൊണ്ടാണ്. ഒലിച്ച് ചോര ഒലിക്കുന്ന കണ്ട് അട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു മനുഷ്യൻ. ശരീരത്തിൻ്റെ രക്ഷ ഈവനൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ശരീരത്തിന് ഒരു ഗുണവും ചെയ്യാത്ത നിരവധി പാപങ്ങൾ ചെയ്യുന്നവരോടും ഞങ്ങൾ പറയുന്നു, നിനക്കും ഇതിൻ്റെ സ്വഭാവമുണ്ട്. അടുത്ത ലക്ഷണം, ഈ മനുഷ്യൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായി അല്ല, അവൻ നഗ്നനാണ്. കാരണം ഭ്രാന്ത് മാറിയപ്പോൾ അവൻ സുബോധം പൂണ്ടു വസ്ത്രം ധരിച്ചു.
അപ്പോൾ ഭ്രാന്തിൻ്റെ ലക്ഷണം എന്തോന്നാ? വസ്ത്രം കാണത്തില്ല. അതാ. അപ്പോൾ ഇന്നത്തെ ഈ വസ്ത്രത്തിൻ്റെ നീളം കുറയും തോറും നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ ഉടുക്കുന്ന തുണിയുടെ നീളം കുറയും തോറും, നഗ്നത മറയ്ക്കാനാണല്ലോ വസ്ത്രം, അതങ്ങനെ കുറയും തോറും എന്ത് മനസ്സിലാക്കണം? ഓ, ഇത് റിഡക്ഷൻ സെയിലിൽ അവസാനം വന്ന 45 സെൻറ്റിമീറ്റർ മാനേജരോട് സംസാരിച്ച് ഓസിന് കിട്ടിയ തുണി കൊണ്ട് അടിച്ച ചുരിദാറാണെന്നല്ല മനസ്സിലാക്കേണ്ടത്. ഈ കക്ഷിക്കും ഇളക്കം തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു വരണം. അത്രയും സമയം കിട്ടുമെന്നറിയത്തില്ല. നമുക്ക് 9 മണിക്ക് മുമ്പേ ഇത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ പറയൂ, ഇയാളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടോ? ഉണ്ട്. ഇനി കുറച്ചുകൂടെ ഞാൻ പുള്ളിയെ വിവരിക്കാൻ നിന്നാൽ ഇത് അമ്മായിയുടെ മോനല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആളാണെന്ന് ഒന്നുകൂടെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ കുറയ്ക്കുന്നു. അവൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് 1-2 കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കിടക്കാം. ഈ യേശുവിനെ കണ്ട സമയത്ത് ഇവൻ ഓടിച്ചെന്നിട്ട്, നമ്മൾ ഈ പിശാചിനെ നോക്കി ചില കാര്യങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. തിയോളജിക്കൽ മിസ്റ്റേക്കൊന്നുമല്ല അത്. നമ്മുടെ ഇന്നത്തെ രൂപസ്വഭാവം അനുസരിച്ച് നോക്കി നമ്മൾ പിശാചിനെ കണ്ട് പഠിക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നാറുണ്ട്. ഒന്ന്, യേശുവിനെ കണ്ടപ്പോൾ ഇവൻ ഓടിച്ചെന്നിട്ട് യേശുവിനെ എതിരേറ്റു. ആ നാട്ടിൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ എപ്പോഴാണ് വന്നതെന്നറിയാമോ? പന്നിക്കൂട്ടങ്ങൾ ചത്തു എന്നറിഞ്ഞപ്പോഴാണ് അവരൊക്കെ രംഗത്ത് വന്നത്. അപ്പം യേശുവിനെ കണ്ടപ്പോൾ ആരാണ് എതിരേക്കാൻ വന്നത്? 6000 ഭൂതങ്ങൾ. എന്നിട്ട് പറയുന്ന വാക്കണം, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ആദ്യത്തെ സല്യൂട്ട് ആർക്ക്? പിശാചിന്. എന്തിന്? യേശുവാണ് ലോകത്തിൽ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ഭൂതങ്ങൾക്കറിയാം. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ദേശത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിൽ ബേത്ലഹേമിൽ ജനിച്ച, ക്രൂശിൽ മരിച്ച, ഇന്ന് ജീവിക്കുന്ന യേശുക്രിസ്തു ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ അവൻ മാത്രമാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് താങ്കൾക്കറിയാമോ? ഇല്ലെങ്കിൽ ആരെ കണ്ടു പഠിക്കുക? 2, സമയത്തിന് മുൻപേ. അപ്പൊ അവൻ എന്തറിയാം? രക്ഷിക്കപ്പെടേണ്ടത് എപ്പോഴാ, മാനസാന്തരപ്പെടേണ്ടത് എപ്പോഴാ, ഇതൊക്കെ അവനറിയാം. ദണ്ഡിപ്പിക്കുവാൻ വന്നതെന്ത്? അല്ല, ഞാൻ നിങ്ങൾക്കറിയാമോ നാളെ എന്ത് നടക്കുമെന്ന്? നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ കണ്ടുപഠിക്കുവനെ. 3, ഇവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. കാരണം വേദപുസ്തകം പഠിച്ചാൽ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന തടയുന്നവനാണ് ആര്? പിശാച്. ജീവിതത്തിൽ പുള്ളി ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് എപ്പോഴാ? ഇവിടെ. തെളിവ് പ്രാർത്ഥിച്ചോന്നാണല്ലേ ഞാൻ പറയാൻ തെളിവ്. 3 പ്രാവശ്യം ഈ പുള്ളി യേശുവിനെ കണ്ടപ്പം അപേക്ഷിച്ചു. 1, സമയത്തിന് മുൻപേ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചു. 2, നാട്ടിൽ നിന്ന് അയച്ച് കളയാതിരിപ്പാൻ അപേക്ഷിച്ചു. 3, അയക്കുകയാണെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. അപേക്ഷയല്ലേ പ്രാർത്ഥനയാണെങ്കിൽ അബദ്ധം പറ്റിയാന്ന് വിചാരിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നേരിട്ട് കണ്ടപ്പോൾ ഒരപേക്ഷ വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ അപ്പനായി കിട്ടിയ ദൈവമക്കൾ അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹത്വം. ഒരു ഭൂതം ചെന്നവൻ്റെ കൂട്ടിക്കൊണ്ടുവന്നേ കണ്ട് പഠിക്കുക. ഇവിടെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പോയാൽ നീ തന്നെ വരണ്ടോന്നാ ഞങ്ങൾ മേശ അടിക്കടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് വേറെ 7 എണ്ണം. സ്വത്രം നെറ്റ്വർക്ക് കണ്ടുപഠിക്കുക. നമ്മുടെ കേരളത്തിൽ എന്നുണ്ടാകും 6000 പേരുള്ള സഭ? പറ. അവസാനം ഇവൻ പറഞ്ഞു ഇനി ഇതിനകത്ത് കയറാൻ സ്ഥലമില്ല. പുള്ളി ബോർഡ് വെച്ചു, ഹൗസ് ഫുൾ. ഇനി ഒരൊറ്റ ഭൂതത്തിന് കയറാൻ ഇവിടെ
നമ്മുടെ സഭാഹാളിന് മുമ്പിൽ എന്നൊരു ബോർഡ് വെക്കും, ഇനി ഇവിടെ സ്ഥലമില്ല, ദൈവത്തെ ഓർത്ത് ഇങ്ങോട്ടും ആരാധിക്കാൻ വരണ്ട. കണ്ട് പഠിക്ക് ആരെ. ഇനി 6000 വേണ്ട സ്വഭാവം നോക്കിക്കൊള്ളാം. ഈ ഖജാൻജിയുമില്ല, പാനലില്ല, തെരഞ്ഞെടുപ്പില്ല, കുതികാല വെട്ടില്ല, ഒന്നുമില്ല. അവരുടെ സമ്മതിക്കണം പാസ്റ്ററെ. നിങ്ങൾ ചെന്നിച്ച് പറയുക, യേശുവേ വായിച്ചില്ലേ അശുദ്ധ ബോധം. അപ്പോൾ സാധാരണ ബോധം ബാധിച്ചാൽ തന്നെ അശുദ്ധൻ്റെ. അപ്പോൾ അശുദ്ധ ബോധം ബാധിച്ചാലോ ഇത് ചോക്കി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഭൂതങ്ങളുണ്ട്, മോശപ്പെട്ട ഭൂതങ്ങളുണ്ട്, ഇതുങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇവർ പറയാണ് ഞങ്ങൾ ഈ കർത്താവേയും 6000 ഉണ്ട്, 6000-നെയും പന്നിയിലേക്ക് അയക്കരുതിട്ട. പന്നി ഒരു വൃത്തിയായിട്ട ജന്തുവാണ്. അതുകൊണ്ട് ഈ സാധാ ഈ അശുദ്ധഭൂതം ബാധിച്ച സ്റ്റാൻഡേർഡ് കുറഞ്ഞതൊക്കെ 2000 പന്നിയിലേക്ക് പോട്ടെ. കുറച്ചും കൂടെ ഒരു ഡീസൻ്റായിട്ട് പോകുന്ന ഭൂതങ്ങളുണ്ട്, അതുങ്ങൾ ആട്ടുകൊറ്റലിലേക്ക് പോട്ടെ. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഭൂതങ്ങളുണ്ട്, അതുങ്ങൾ കന്നുകാലിലേക്ക് പോട്ടെ എന്നാണോ അവർ പറഞ്ഞത്? ചാകുകയാണെങ്കിൽ ഒരുമിച്ച് ചാവും, ജീവിക്കുകയാണെങ്കിൽ ഇവൻ്റെ അകത്ത് ഒരുമിച്ച് നിൽക്കും. സ്വത്രം. ഈ ഐക്യതയുടെ 10-1 ഇന്ന് രാത്രി ഈ പന്തലിലുണ്ടായാൽ, സ്വത്രം, മനസ്സിലായോ? എന്തോന്ന്? ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്, ചാകുകയാണെങ്കിൽ ഒരുമിച്ച്. ഈ ഐക്യതയുടെ 10-1 ഇന്ന് രാത്രി നമ്മുടെ യോഗത്തിലുണ്ടായാൽ ചില കെട്ടുകൾ പൊട്ടുകയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ആളുകളൊക്കെ ഒരു സ്വോത്രം പോലും പറയണമെങ്കിൽ ആദ്യം ചിന്തിക്കുന്ന പ്രസംഗിക്കുന്നവൻ നമ്മുടെ പ്രസ്ഥാനക്കാരനാണോ എന്നാണ് നോക്കുന്നത്. എന്നിട്ട് വേണം അറിഞ്ഞൊരലക്കാൻ. സ്വോത്രം, സ്വോത്രം. ഇന്ന് രാത്രി ആരും പ്രസംഗിക്കട്ടെ, ഏത് സഭക്കാരന് യോഗം നടത്തട്ടെ, നിങ്ങളുടെ യോഗത്തെക്കാൾ വലിയൊരു യോഗം നടക്കരുത് എന്ന് ചിന്തിച്ചിരിക്കാതെ, പെരളശ്ശേരി എന്ന് പറഞ്ഞ ഈ ദേശത്തെക്കുറിച്ച് ഒരു ആത്മഭാരമുള്ളവർ ഇതിനകത്ത് കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ സുവിശേഷ യോഗം തീരുമ്പോൾ, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഒരുമിച്ച് നിന്നാൽ ദേശത്തിന്റെ കെട്ടുപൊട്ടിച്ച ദൈവത്തെ ആരാധിക്കുവാൻ ഇതുവരെ ഇല്ലാത്തൊരു വിടുതൽ ദേശത്ത് ദൈവം അയക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് അവിടെ അങ്ങോട്ട് നിൽക്കാൻ തോന്നുക, അതോടെ നിൽക്കുക. പടിഞ്ഞാറോട്ട് പറക്കുന്ന കാടപ്പക്ഷികളോട് ദൈവം ചോദിച്ചു, എവിടെ പോവാണ്? അന്നുള്ള കൊറ്റിനുള്ള വക തേടി പാടശേഖരങ്ങൾക്കോ ഫലശേഖരങ്ങൾ നിറഞ്ഞ സ്ഥലത്തേക്കോ ഞങ്ങൾ പറക്കുകയാണ്. ദൈവം പറഞ്ഞു, ഇന്ന് നിങ്ങൾ പറക്കണ്ട, നിങ്ങളുടെ പറക്കൽ ഇന്ന് ചാപ്റ്റർ അവസാനിപ്പിച്ചിരിക്കുന്നു, തിരിച്ചു പറന്നോളാൻ പറഞ്ഞു. അവർ വിചാരിച്ചു ഇന്ന് പണിയെടുക്കാതെ കൂട്ടിനകത്തോട്ട് തിരിച്ചു പറക്കാം. അങ്ങനെ കൂട്ടിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കൂടെ വല്ലതും കിട്ടണമല്ലോ. ആവശ്യഭാരത്തോടെ തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം ദൈവം പറഞ്ഞു, കൂട്ടിലേക്കല്ല പറക്കേണ്ടത്, കൂടാരത്തിലേക്കാണ് പറക്കേണ്ടത്. എൻ്റെ ജനത്തിന് മരുഭൂമിയിൽ മാംസാഹാരം വേണമെന്നൊരാഗ്രഹം. വളരെ പെട്ടെന്നെടുത്ത തീരുമാനമാണ്, നിങ്ങളെ ഞാൻ ആഹാരമായി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം കൂട്ടിലെ കുഞ്ഞുങ്ങൾ വിട്ടേര്, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നേരെ കൂടാരത്തിലേക്ക് പറന്നോളാൻ പറഞ്ഞു. എബൌട്ട് ടേൺ എന്ന മുൻപിൽ പറക്കുന്ന പക്ഷി തിരിഞ്ഞതും ഒരെണ്ണത്തിന് അഭിപ്രായ വ്യത്യാസമില്ലാതെ കൂട്ടിലേക്ക് പറക്കാതെ കുട്ടിയും കോലും കളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ കൈ നീട്ടി പിടിച്ചെടുക്കാൻ പാകത്തിന് 307 വന്ന് ലാൻഡ് ചെയ്യുന്നത് പോലെ നിന്നുകൊടുത്തു ഇവരെ പിടിച്ചെടുക്കാൻ പാകത്തിന്. ഒരൊറ്റ പക്ഷികൾ അന്ന് കൂട്ടിലേക്ക് പറന്നിട്ടില്ല. ദൈവം തമ്പുരാൻ പറഞ്ഞാൽ കാടപ്പക്ഷികൾ ദൈവത്തിന് വേണ്ടി മരിക്കാൻ ഒരു മനസ്സോടെ നിൽക്കും എന്ന് മനസ്സിലായോ നമുക്ക്? പഴയ നിയമത്തിനകത്ത് ഒരു 300 കുറുക്കന്മാരുടെ ചരിത്രം പറയുന്നുണ്ടല്ലേ? എത്ര കുറുക്കന്മാര്? 300 കുറുക്കന്മാർ. എത്ര ജോഡി? 150 ജോഡി. 150 ജോഡി കുറുക്കന്മാരെ വാലോട് വാല് ചേർത്ത് കെട്ടി ഒരു പന്തം വെച്ച് തീ കത്തിച്ചു നേരെ വയലിലേക്ക് വിട്ടു. പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്, കണ്ടാൽ രസവുമാണ്. ഒന്നാമത് ഉഡായിപ്പിന് PhD എടുത്ത സാധനമാണ് കുറുക്കൻ എന്ന് പറയുന്നത്. അതിനെയൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ട്.
രണ്ടെണ്ണത്തിൻ്റെ വാല് തമ്മിൽ കൂട്ടിക്കെട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അടുക്കളയിലെ ഒരു കലത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുന്ന പട്ടിയും പൂച്ചയും സ്വന്തം വീട്ടിലുണ്ടല്ലോ. ആ വീട്ടിനകത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയും പൂച്ചയും കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെയും പൂച്ചയുടെയും വാലുകൾ തമ്മിൽ ഒന്ന് കൂട്ടിക്കെട്ടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ICU ബുക്ക് ചെയ്തേച്ച് വേണം കൂട്ടിക്കെട്ടാൻ എന്നും കൂടെ പറഞ്ഞ് വിടുകയാണ് ഞാൻ. ഒക്കത്തില്ല പ്രിയപ്പെട്ടവരെ. പട്ടിയുടെയും പൂച്ചയുടെയും കാര്യം പോട്ടെ, ആയിരക്കണക്കിന് ആളുകൾ മുമ്പിൽ വെച്ചോ ഞങ്ങൾ വലിയ മഹത്വകരമായി കൂട്ടിക്കെട്ടിയ കെട്ടിയോളും മാപ്പിളയും ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നില്ല, പിന്നെയാണ് പട്ടിയും പൂച്ചയും. അപ്പോൾ നമ്മളെക്കാൾ യൂണിറ്റി ആർക്കുണ്ടെന്ന്? ഈ കുറുക്കന്മാർക്കുണ്ട്. കാരണം വാലിൽ തീ പിടിച്ചാലും യഹോവയ്ക്ക് വേണ്ടി വാൾ എന്നാർക്കുന്ന ശബ്ദം കേൾക്കാൻ ഇടയാകുമെങ്കിൽ തല അവിടെ തല്ലി തകരാൻ വെച്ചു കൊടുക്കുന്ന കുറുക്കന്മാരുടെ ആ യൂണിറ്റി. പുതിയ നിയമത്തിലേക്ക് വരാം. ഇന്ന് രാത്രിയിൽ ശീമോൻ പത്രോസിൻ്റെ പടകിൽ ഒരൊറ്റ മത്സ്യങ്ങൾ കയറരുത് എന്ന് ദൈവം കൽപ്പിച്ചു. അന്ന് രാത്രിയിൽ അവൻ ആഞ്ഞു വീശിയിട്ടും ഒരു പൊടിക്കുഞ്ഞു പോലും അതിനകത്ത് കയറിയില്ല. ആഞ്ഞു വളയുന്ന തിരമാലകൾക്ക് നടുവിലൂടെ പരൽമീനുകൾ ഊളിയിട്ട് കയറി. ശിമയോന്റെ മുഖത്തോക്കി പറഞ്ഞു, ഇന്ന് നിനക്ക് ഞങ്ങളെ തൊടാനൊക്കില്ല. അന്ന് രാത്രി മുഴുവൻ നോൺ സ്റ്റോപ്പ് വർഷിപ്പാണ് ഈ ഗലീല കടലിൽ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. നേരം വെളുത്തപ്പോൾ ദൈവം പറഞ്ഞു, ബ്രേക്ക്. പടകിൻ്റെ ആഴത്തിലൊരു വല വരും, കയറിക്കോളാൻ പറഞ്ഞു. കയറിയാൽ ഉപ്പും മുളകും തേക്കും, അവൻ്റെ വറചട്ടിയിൽ കിടന്ന് വെന്തുരുകും. എന്നറിഞ്ഞിട്ടും എനിക്കും കയറണം, വല കീറാറായിട്ടും വള്ളം മുങ്ങാറായിട്ടും എനിക്ക് മരിക്കണം എന്ന് ഒരു മത്സ്യം തീരുമാനിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ കനപ്പിച്ച ദൂത് പറയുകയാണ് ഞാൻ. ദൈവം പറഞ്ഞാൽ കാടപ്പക്ഷികൾ ഒരുമിച്ച് നിൽക്കും. ദൈവം പറഞ്ഞാൽ കുറുക്കന്മാർ ഒരുമിച്ച് നിൽക്കും. ദൈവം പറഞ്ഞാൽ തൃണാമത്സ്യക്കൂട്ടങ്ങൾ ഒരുമിച്ച് നിൽക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടത്തുന്ന ഈ സുവിശേഷ യോഗത്തിൽ ഈ ദേശത്തിന് വേണ്ടി ഒരുമിച്ചൊന്ന് ആർപ്പിടാൻ, ഒരുമിച്ചൊന്ന് സ്തുതിക്കാൻ, ഒരുമിച്ചൊന്ന് കൈയടിക്കാൻ, ഒരുമിച്ചൊന്ന് ഹല്ലേലൂയ പറയാൻ ഇന്ന് രാത്രിയിൽ 10 കിലോമീറ്റർ സറൗണ്ടിൽ വ്യാപരിക്കുന്ന സകല ഗേദരദേശത്തിന്റെ ബന്ധനങ്ങളും ഇന്ന് രാത്രി ഈ തകർന്ന പൊട്ടി മാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഥാർത്ഥമായ പേരുകൾ വെളിപ്പെടുത്തുന്ന രാത്രിയായിരിക്കും ഇന്ന് രാത്രി എന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വേദഭാഗത്തിന്റെ ഉള്ളിലേക്ക് വരികയാണ്. യേശു ഗദരദേശത്തുള്ള ഭൂതഗ്രസ്തന്റെ അടുക്കൽ വന്നതുകൊണ്ട് അവന് സംഭവിച്ച 4 മാറ്റങ്ങൾ ആണ് എൻ്റെ പ്രമേയം. 1, യേശു വന്നതുകൊണ്ട് അവൻ്റെ നിലവിളി മാറി. 2, യേശു വന്നതുകൊണ്ട് അവൻ്റെ പേര് മാറി. 3, യേശു വന്നതുകൊണ്ട് അവൻ്റെ വീട് താമസം മാറി. 4, യേശു വന്നതുകൊണ്ട് അവൻ്റെ നഗ്നത മാറി. സ്തോത്രം. 1, യേശു വന്നതുകൊണ്ട് അവൻ്റെ നിലവിളി മാറി. 2, യേശു വന്നതുകൊണ്ട് അവൻ്റെ പേര് മാറി. 3, യേശു വന്നതുകൊണ്ട് അവൻ്റെ വീട് മാറി. 4, യേശു വന്നതുകൊണ്ട് അവൻ്റെ യേശു വന്നതുകൊണ്ട് അവൻ്റെ നഗ്നത മാറി. ഈ 4 മാറ്റങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അവൻ്റെ അഡ്രസ്സ് മാറി. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിന് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാനിട്ട പേര്, നിന്റെ മേൽവിലാസം മാറ്റുവാൻ കഴിയുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങളൊരു സ്തോത്രം പറ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ചില ആളുകൾ കരമുയർത്തി സ്തോത്രം പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം, പാസ്റ്റർ, ആ ഭൂതഗ്രസ്തൻ്റെ മാത്രമല്ല,
എൻ്റെ മേൽവിലാസം മാറ്റിയതും യേശുവാണ് എന്ന് ജീവിതത്തിൽ അനുഭവമുള്ളവരാണ് ഞാൻ പറയാതെ സ്തോത്രം ചെയ്തത്. ഞാൻ ഒന്നാമത്തെ ഭാഗത്തേക്ക് വരുന്നു. യേശു വന്നതുകൊണ്ട് അവൻ്റെ നിലവിളി മാറി. നമുക്ക് ആ നിലവിളിയുടെ ആഴം ഒന്ന് മനസ്സിലാക്കാം. ആ ഭാഗത്തേക്ക് വരാം. യേശു പറയുന്നു, എനിക്ക് ഇപ്പം തന്നെ അക്കരയ്ക്ക് പോകണം. സമയം എപ്പോഴാണെന്നറിയാമോ? സന്ധ്യയ്ക്ക് അക്കരയ്ക്ക് വിളിച്ചാൽ ആരെങ്കിലും പോകൂ? ഇരുട്ടുള്ളപ്പോൾ അക്കരയ്ക്ക് വിളിച്ചാൽ ആരെങ്കിലും പോകൂ? പണ്ട് കാലത്തൊക്കെ പുഴയുടെ വഞ്ചിയിൽ കയറി പോകുന്ന ആ സാഹചര്യം മനസ്സിൽ കാണണം. അല്ലാതെ ഇപ്പം രാത്രി ഗൾഫിന് പോകുന്ന പോലെ കാണരുത്. പണ്ടൊക്കെ 5-6 മണിയാകുമ്പോൾ വള്ളം കെട്ടിയിടും. സന്ധ്യയായി പുള്ളിശു പറഞ്ഞു, എനിക്ക് ഇപ്പം അക്കരയ്ക്ക് പോകണം. എന്താ കാര്യം? എന്താണ് അക്കരെ, എന്താണ് ഇക്കരെ? 4 ചെറിയ കുറിപ്പുകൾ പറഞ്ഞ് ആ ഭാഗം മടക്കി കിട്ടാം. ഇക്കരെ, ഈ 5 അപ്പം തൃക്കരങ്ങൾ എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ച് 5000ങ്ങൾക്ക് നൽകിയത് അന്ന് സന്ധ്യയ്ക്കാണ്. അപ്പൊ തിന്നതിൻ്റെ ബാക്കി എവിടെയുണ്ട്? ഇക്കരയുണ്ട്. എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധി എവിടെയുണ്ട്? ഇക്കരയുണ്ട്. ഈ കാശും പുത്തൻ ചക്രവും ഒക്കെ ഉള്ളപ്പം ഒരാളോട് അക്കരയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞാൽ വരുമോ? വരികയില്ല. 2, ഈ സമയത്താണ് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് യേശുവിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇവിടെ നോക്കരുത്, എല്ലാ വേദഭാഗത്തും ഈ ഭാഗമുണ്ട്, അതെല്ലാം കൂടെ പഠിക്കണം. അപ്പോൾ ഇക്കരെ ആരുണ്ട്? രക്തബന്ധങ്ങളിൽ പെട്ടവർ എവിടെയുണ്ട്? ഇക്കരയുണ്ട്. അല്ല, കണ്ടമാനം രക്തബന്ധങ്ങളും ഒത്തിരി ആളുകളൊക്കെ ഉള്ളിടത്തുനിന്നൊക്കെ അക്കരയ്ക്കൊക്കെ പോകാൻ വിളിച്ചാൽ ആരെങ്കിലും വരുവച്ചാ അറിയില്ല. 3, ഈ സന്ധ്യയാകുന്ന സമയത്താണ് ശിഷ്യന്മാരോട് യേശു പകൽ പറഞ്ഞ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന സമയം. കാരണം ഈ പകൽ എന്താണ് പറഞ്ഞതെന്ന് അവർക്ക് എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല. തെളിവ് യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയിൽ വീണു. അപ്പോൾ അവർ പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, സ്തോത്രം. ചിലത് മുള്ളിനിടയിൽ വീണു, ഗ്ലോറി. ചിലത് പാറപ്പുറത്ത് വീണു, ഗ്ലോറിക്ക് മഹത്വം. എന്തു പറഞ്ഞാലും അവർ സ്തോത്രം പറയും. പക്ഷേ വല്ലതും മനസ്സിലായിരുന്നോ? ഒന്നുമില്ല. അതുകൊണ്ട് സന്ധ്യയായപ്പം അവർ ചോദിച്ചു, എക്സ്ക്യൂസ് മീ, എന്താണ് ആ പകല് പറഞ്ഞ വിത്തിൻ്റെ ഉപമയുണ്ടല്ലോ, അതൊന്ന് തെളിയിച്ചു തരണം. ഇപ്പം നിങ്ങളെന്തിനാണ് പകൽ സ്തോത്രം പറഞ്ഞത്? അത് യേശുവിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന ആളുകൾ അങ്ങനെ ഒത്തിരി പേര് വരുമ്പം നമ്മൾ സ്തോത്രം പറയുമ്പോഴല്ലേ ഞങ്ങൾക്കത് മനസ്സിലായിട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയണമെങ്കിൽ നമ്മളൊരു സ്തോത്രം പറഞ്ഞാലേ പറ്റുള്ളൂ. അതിന് സ്തോത്രം പറയുന്നതാണ്. അപ്പം സന്ധ്യാസമയത്താണ് ഫെലോഷിപ്പ്, കൂട്ടായ്മ. 3 കാര്യമായി. 4, അക്കരെ പോയിട്ട് യേശു തിരിച്ചു വന്നപ്പോൾ ഇക്കരെ യേശുവിനെ സ്വീകരിക്കാൻ നിന്നത് VIP ലിസ്റ്റിൽപ്പെട്ടവനാണ്, പള്ളിയിലെ പ്രമാണി. ഇപ്പറ ആരുണ്ട്? തറവാട്ടുകാർ, പാരമ്പര്യമുള്ളവർ, പൈതൃകം അവകാശപ്പെടുവാൻ കഴിയുന്നവർ. മറക്കണ്ട 4 കുറിപ്പുകൾ. ഇക്കരെ എന്തൊക്കെയുണ്ട്? തിന്നതിൻ്റെ ശേഷിപ്പ്, സമ്പൽ സമൃദ്ധി, കൂട്ടായ്മ, രക്തബന്ധങ്ങൾ, തറവാട്ടുകാർ. ഇതൊക്കെ എവിടെയുണ്ട്? ഇക്കരെ. ഇനി അക്കരെ എന്തുണ്ട്? 1, ഇക്കരെ തിന്നതിൻ്റെ ശേഷിപ്പുണ്ട്. അക്കരെയോ? ഒരു നേരത്തെ ഭക്ഷണം വയറു നിറച്ച് കഴിച്ചിട്ട് കാലം എത്രയായെന്ന് അവന് പോലും അറിയില്ല. കാണുന്ന കുപ്പത്തൊട്ടി മുഴുവൻ കൈയിട്ട് വാരി വളരെ മ്ലേച്ഛകരമായ നിലയിൽ ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു അത്താഴപ്പട്ടിണിക്കാരൻ, അല്ല മുഴുപട്ടിണിക്കാരനാണ് അക്കരെ. 2, ഇപ്പുറത്ത് കൂട്ടായ്മയുണ്ട്. അപ്പുറത്തോ 6000 ഭൂതങ്ങളുമായി എന്ത് സംസാരിക്കാനാണ്? അവൻ്റെ കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടിട്ട് സുബോധമുള്ളവനോട് സംസാരിച്ചിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് കാലങ്ങളായി. ഇപ്പുറത്തെന്തുണ്ട്? അമ്മയും സഹോദരന്മാർ, രക്തബന്ധങ്ങളുമുണ്ട്. അപ്പുറത്ത് കിടക്കുന്നവൻ അമ്മയും സഹോദരന്മാരും ഇല്ലാഞ്ഞിട്ടാണോ? ഉണ്ട്.
ആരെങ്കിലും പറയോ ഭ്രാന്തനെ നോക്കി അതെന്റെ കൊച്ചപ്പനാണ് വല്യപ്പനാണ് എന്ന് പറയൂ? ഉള്ളവരൊക്കെ അവനെ തിരസ്കരിച്ചു കളഞ്ഞവനാണ്, ഒറ്റപ്പെട്ടവനാണ് അവൻ. 4, ഇപ്പുറത്ത് VIP-കളുണ്ട്. അപ്പുറത്ത് അവൻ കിടക്കുന്ന ശവക്കോട്ടയിൽ പൊങ്ങുന്നൊരു വാക്കാണ് RIP, റെസ്റ്റ് ഇൻ പീസ്. അവനെ ആർക്കും വേണ്ട. ഈ പ്രസംഗം വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തയ്യാറാക്കുമ്പോൾ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കമന്ന് കിടന്നുകൊണ്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, തിന്നതിന്റെ ശേഷിപ്പും VIP-കളും രക്തബന്ധങ്ങളും കൂട്ടായ്മക്കാരുമല്ല ഇക്കരയുണ്ടല്ലോ, ഇവരുടെ കൂടെ അങ്ങ് നിന്നാ പോരെ? അപ്പുറത്തുള്ളവന് ഇതൊന്നും ഇല്ലല്ലോ. യേശു ആരുടെ ദൈവമാണ്? യേശുവിന്റെ പ്രാധാന്യത എവിടെയാണ്? ഉത്തരം ഇവിടത്തെ VIP-കളുടെ യേശു തന്നെയാണ്. തറവാട്ടുകാരുടെയും പൈതൃകമുള്ളവരുടെ എല്ലാം ദൈവമാണ് യേശു. പക്ഷെ ഞാൻ ഈ മൈക്കിൽ കൂടെ പറയുന്നു, അവരുടെ മാത്രം കുത്തക പിടിച്ച, കോൺട്രാക്ട് പിടിച്ച ഒരു ദൈവമല്ല യേശു. മറിച്ച് ഇല്ലായ്മക്കാരന്റെയും കൂടെ ദൈവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. അത്താഴ പട്ടിണിക്കാരന്റെ, കൂട്ടായ്മയില്ലാത്തവന്റെ, ആരാധനയില്ലാത്തവന്റെ, വെളിപ്പാട് കിട്ടാത്തവന്റെയും കൂടെ ദൈവമാണ് യേശു. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. ആ നിലവിളി തിരമാലകൾക്ക് മീതെ യേശുക്രിസ്തുവിന്റെ കർണപുടത്തിൽ വന്ന് അടിച്ചപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടത്തെ ആളുകളെ തിന്നവരുടെ ഹല്ലേലൂയ ശബ്ദമാ കേൾക്കുന്നേ, ഞാൻ അക്കരയുള്ളവന്റെ ദീനരോദനമാണ് കേൾക്കുന്നത്. അനേക പതിറ്റാണ്ടുകളായി ഇവന്റെ കരച്ചിലും മറുപടി നൽകുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ യേശു മടങ്ങി വന്നതുപോലെ ഈ പെരളശ്ശേരി കൺവെൻഷന്റെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞൊരു സന്ദേശം പറയാം. കാലങ്ങളായി കട്ടിലിൽ കമന്ന് കിടന്ന് കരയുന്ന, താലി കെട്ടിയ ഭർത്താവിന് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത സങ്കടങ്ങളുമായി വിലപിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളോ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ ഈ രാത്രി ഞങ്ങൾ പറയുന്നു, പതിറ്റാണ്ടുകളായും നിങ്ങൾക്കറിയുന്ന ആ വിഷയത്തിന്റെ മറുപടിയാണ് പെരളശ്ശേരി കൺവെൻഷൻ എന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ദേശത്തിന്റെ കരച്ചിലിന്റെ മറുപടിയാണോ ഇന്ന് രാത്രിയിലെ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്? ആ കരച്ചിലിന്റെ ആഴം ഒന്ന് പറയാം. ഒരു മനുഷ്യന്റെ കരച്ചിലിന്റെ ആഴം, ആര് കരഞ്ഞാലും സങ്കടം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ മേലെ. ബംഗാളി കരഞ്ഞാലും മലയാളി കരഞ്ഞാലും സങ്കടമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇപ്പം വലിയ പാടാണ്. പക്ഷെ അതിൻ്റെ ആഴം നിങ്ങളൊന്ന് മനസ്സിലാക്കും. സങ്കടത്തിൻ്റെ ആഴം എങ്ങനെ അളക്കുന്നത്? ആഴെങ്ങനെ അളക്കുന്നത്? പെണ്ണുങ്ങൾ കരഞ്ഞാൽ ഭയങ്കര സങ്കടമാണെന്നും ആണുങ്ങൾ കരഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ വില്ലെന്നൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഒരു നീർച്ചാല, എപ്പോഴും ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ ഒരണക്കെട്ടാണ്. അതങ്ങനെ വല്ലപ്പോഴും തുറന്നാൽ പിന്നെ ജലപ്രളയമാണ്. അത്രയൊരു വ്യത്യാസമേ ഉള്ളൂ. അതവിടെ കിടക്കട്ടെ. ഇവിടുത്തെ ഒരു കാര്യം പറയാം. ഇവൻ്റെ അകത്ത് എത്രായിരം ഭൂതമുണ്ട്? 6000. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ ഓരോരോ പക്ഷിമൃഗാദികളുടെ അവയവങ്ങളുമായി ബന്ധമുണ്ടെന്ന് ശാസ്ത്രം പറയും. ഉദാഹരണം, മനുഷ്യൻ്റെ നട്ടെല്ല്, എല്ല് തിമിംഗലത്തിൻ്റെ അസ്ഥിയോടാണ് യോജിച്ചിരിക്കുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ പാൽ കഴുതയുടെ പാലിനോടാണ് യോജിച്ചിരിക്കുന്നത്. സത്യം, കേരളത്തിൽ കഴുതകളില്ല. എന്നാലും നമ്മുടെ അമ്മച്ചിമാർ പിള്ളേരെ ദേഷ്യം വരും വിളിക്കുന്ന പേരെന്തോന്നാ? കാട്ടുപോത്തേന്നല്ല, പിന്നെ എന്തോന്നാ? കാരണം ആ ബന്ധമാണ്, ഈ പാലുള്ള ബന്ധമാണ്. 3, നമ്മുടെ കണ്ണിൻ്റെ നിമേഷക പടലം. ഇത് കുതിരയുടെയും കോഴിയുടെയും കണ്ണിൻ്റെ നിമേഷക പടലത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കുതിര നിന്നുറങ്ങും, യുദ്ധക്കളത്തിലാണെങ്കിലും നിന്നുറങ്ങും. പക്ഷെ കാഹളനാദം കേട്ടാൽ പെട്ടെന്ന് ഞെട്ടിയുടരും. ദൗത്യം മറക്കില്ല. തമോ സത്വ രജത ഗുണം. ആ വർഗത്തിൽപ്പെട്ടതാണ് ഈ കോഴി. കൊച്ചപ്പൻ്റെ മോനോ അമ്മയുടെ മോനോ 42 തലമുറയായിരിക്കും. അതുകൊണ്ടാണ് കോഴി വൃക്ഷക്കമ്പേലിരുന്നുറങ്ങും. കണ്ടിട്ടുണ്ടോ? സഹോദരിമാർ കണ്ടിട്ടില്ലേ? അപ്പോൾ കുതിര നിന്നുറങ്ങും. ആ വകുപ്പിൽപ്പെട്ട കോഴി വൃക്ഷക്കമ്പേലിരുന്നുറങ്ങും.
ആ ഗുണമാണ് മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കുതിര നിന്നുറങ്ങുമ്പം, കോഴി വൃക്ഷക്കമ്പിൽ നിന്നുറങ്ങുമ്പം നമ്മൾ വെടിക്കെട്ട് പ്രസംഗം നടക്കുന്നതിൻ്റെ മുമ്പിൽ ഈ ബോക്സിന്റെ മുമ്പിൽ ഇരുന്നുറങ്ങും. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു ഗുണം കിട്ടിയത് കൊണ്ടാണ്. പിന്നെ ദൈവാദിനത്തിന് യൂത്തിക്കോസായിട്ട് ആരും താഴെ വീഴാത്തതിനായിട്ട് സ്വോത്രം. കാരണം ഞങ്ങളാരും പൗലോസുമാരല്ലാത്തതുകൊണ്ട് നിങ്ങൾ വീഴാത്തതിനായിട്ട് സ്വോത്രം. നാലാമത്തെ കാര്യം പിടിച്ചോളണം. മനുഷ്യൻ്റെ മാംസം പന്നിയുടെ മാംസത്തോടാണ് യോജിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്നല്ലത്. ഹൃദയത്തിൻ്റെ വാൽവൊക്കെ മാറ്റി വെക്കേണ്ടി വന്നാൽ ആരുടെ വാൽവാണ് മാറ്റി വെക്കുന്നത്? കണ്ടാമൃഗത്തിൻ്റെ അല്ല. മനസ്സിലായോ? അതിൽ നിന്ന് ഞാൻ ഒരാശയം കടമെടുത്ത് പറയാം. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നത് പോലെ ഏതെങ്കിലും ഒരു മൃഗത്തിന് സഹിക്കാൻ കഴിയുമെങ്കിൽ അത് ആർക്കായിരിക്കണം? പറ. പന്നിക്കായിരിക്കും. പന്നി കരയുന്ന പോലെ ഒറ്റ മൃഗം കരയില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടുള്ളൂ? എൻ്റെ പോലെ നമ്മുടെ ആൾക്കാരെ കരയുന്നു, കറിയാലും ചിലപ്പോൾ. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ സഹിക്കാൻ കഴിയുന്ന പോലെ സഹിക്കാൻ കഴിയുന്ന ഒരു ബന്ധം ആർക്കുണ്ട്? പന്നിക്കുണ്ട്. ഇനി നമ്മുടെ ചിന്തയിലേക്ക് വരാം. ഇവൻ്റെ അകത്ത് എത്രായിരം ഭൂതം? 6000. എത്രായിരം പന്നിയിലേക്കാണ് പോയത്? 2000. ഒരു പന്നിയിൽ എത്ര ഭൂതമായി അറിയത്തില്ലേ? പള്ളിക്കൂടത്തിൽ വിട്ടപ്പോൾ കശുമാങ്ങ പറിക്കാനും കലുങ്കിൻ്റെ അടിയിലും പോയിരുന്നപ്പോൾ ഓർക്കണമായിരുന്നു. 2 അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പന്നിയിൽ എത്ര ഭൂതം? 3. അടുത്ത് കേട്ടോളാം. ഈ 3 ഭൂതം ചെന്നൊരു പന്നിയിലോട്ട് കയറിയപ്പം പുള്ളി എത്ര സമയം പിടിച്ചു നിന്നു? 3 ഭൂതമൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമല്ല, കയറിപ്പോട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിന്നോ? ഇല്ല. 3/4 മിനിറ്റ് നിന്നില്ല. അവൻ്റെ സുബോധം പോയി, സംഗതി അടിച്ചു പോയി. നേരെ സുബോധം നഷ്ടപ്പെട്ട് കടും തൂക്കത്തോടെ കടലിൽ ചാടി ചത്തു. ശ്രദ്ധിച്ചോളൂ. ഈ ഭൂതങ്ങൾക്ക് 3 ഭൂതം ചെന്ന് കയറിയപ്പോൾ പന്നിയുടെ സുബോധം പോയി. അതിന് ഞാൻ പന്നിയെ കുറ്റം പറയില്ല. കാരണം ഒരു ഭൂതവും ഇല്ലാത്ത ഒരു പന്നിക്ക് ഇവിടെ ഒരു നേരത്തും ഒരു സുബോധവും ഇല്ല. അപ്പം പിന്നെ 3 ഭൂതം ചെന്ന് കയറിയ പന്നിയുടെ കാര്യം പറയണോ? എൻ്റെ ചിന്ത അവിടെ അല്ല കിടക്കുന്നത്. അച്ഛാ, 3 ഭൂതം ചെന്ന് കയറിയ ഒരു പന്നി 1 മിനിറ്റ് പിടിച്ചു നിന്നില്ല. പക്ഷെ 6000 ഭൂതം കയറിയ ഈ മനുഷ്യൻ 12 വർഷം പിടിച്ചു നിന്നു. എങ്ങനെ പിടിച്ചു നിന്നു? 2 കൂട്ടർക്കും സഹിക്കാൻ കഴിയുന്നതിന് ഒരു താരതമ്യം ഉള്ളപ്പോൾ 3 ഭൂതം ചെന്ന് കയറിയവൻ 3/4 മിനിറ്റ് നിന്നില്ല. പക്ഷെ 6000 വന്ന് കയറിയിട്ടും ഇവൻ 10 ആണ്ടുകളായി നിൽക്കുകയാണ്. ഭൂതഗ്രസ്തൻ രക്ഷപ്പെടാൻ സ്വയമായി ഒന്നും ചെയ്തിട്ടില്ല. അവൻ ചാകാൻ വേണ്ടിയേ പലതും ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട് ചത്തില്ല? ഉത്തരമറിയാവുന്നവർ ഇന്ന് രാത്രി അനങ്ങാതിരിക്കരുത്. നിന്നെ ചാകാൻ വിടാത്ത ഒരു ശക്തി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണ്ടേ? ഇന്ന് രാത്രിയിൽ പെരളശ്ശേരി ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, കാലം നോക്കിയാൽ നീ പല പ്രാവശ്യം കെട്ടിത്തൂങ്ങിച്ചാകാൻ കഴുക്കോലെ കയറ് കെട്ടിയതായിരിക്കും. പല പ്രാവശ്യം നീ ഫ്യൂറിടാൻ കയ്യിൽ എടുത്തതായിരിക്കും. പല പ്രാവശ്യം ഇനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ് രാത്രി ഇറങ്ങിയതായിരിക്കും. പക്ഷേ അവിടെയെല്ലാം നിന്നെ ചാകാൻ വിട്ടുകൊടുക്കാതെ തടുത്തു മാറ്റി 2019 നവംബർ മാസത്തിൽ ഇന്ന് രാത്രി തമ്പുരാൻ ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നീയുമായി ഒന്ന് നേരിൽ കാണാൻ. ഈ രാത്രിയിൽ ഈ സുവിശേഷ യോഗത്തിലൂടെ 10 ആണ്ടുകളായി നിന്നെ കാണാൻ ആഗ്രഹിച്ച യേശുക്രിസ്തു ഇന്ന് രാത്രിയിൽ ഗദർദേശത്തേക്കല്ല പെരളശ്ശേരിയിൽ കാലുകുത്തി എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചിന്ന് രാത്രി ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. വിട്ടുകൊടുക്കില്ല കുഞ്ഞേ. നിന്നെ നീ അനുഭവിച്ച വേദനകൾ ഓർത്തിയാൽ നിന്റെ 50 അടിയന്തരം കഴിയേണ്ട സമയമായി. നീ ഫേസ് ചെയ്ത മാനസിക പ്രതിസന്ധികൾ ഓർത്താൽ നീ ഇവിടെ ജീവിക്കേണ്ടവനല്ല. എത്ര അമ്മച്ചിമാര് പറയും, പാസ്റ്ററേ
ഞാൻ കഴിഞ്ഞ കാലം അനുഭവിച്ചതോർത്താൽ പണ്ടേ ആത്മഹത്യ ചെയ്യുന്നത് നിന്നെ വിടില്ല. നിന്റെ ജീവന് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ഇന്ന് രാത്രി പറയുന്നു, നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ഒരു മരണത്തിനും. 5 ലക്ഷം 6 ലക്ഷം കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. നാളെയും പന്തളത്ത് പ്രസംഗിച്ചിട്ട് രാത്രിയിൽ തിരിച്ച് ഒറ്റയ്ക്ക കാർ ഓടിച്ച് പോകുന്നേ. പല പ്രാവശ്യം 12-10 AC ലോറിയൊക്കെ മുൻപിൽ വന്ന് പെട്ടുപോയിട്ടുണ്ട് മയങ്ങിയിട്ട്. ഒരു പ്രാവശ്യം ഞാൻ ഗ്ലാസ് താഴ്ത്തി, സോറി അങ്ങോട്ട് പറയാനും ഗ്ലാസ് താഴ്ത്തി. അവൻ 2 കിലോ തെറി എന്നോട് പറഞ്ഞു പോയി. പാതിരാത്രി കണ്ണും വീഴ്ചയാണ് വണ്ടി ഓടിക്കണേ, മറ്റവനെ മറിച്ച്. അതിന് ഞാൻ ഗ്ലാസ് താഴ്ത്തി നന്ദി പറയാറില്ല. ഗ്ലാസ്സിനകത്തിരുന്നുകൊണ്ട് ദൈവത്തോടെ നന്ദി പറയാറുള്ളൂ. ഓർക്കണം, നിങ്ങൾ ഈ ഡ്രൈവിങ്ങിലുള്ള വൈദഗ്ധ്യം കൊണ്ടല്ല നീ ഇത്രയും ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിച്ചത്. നിനക്ക് പവർ ബ്രേക്കും പവർ സ്റ്റിയറിങ്ങും വളയ്ക്കാനും പിരിക്കാനും വീശി ബ്ലേഡ് പരുവത്തിൽ മാറ്റിക്കൊണ്ടു പോകാനുള്ള വൈദഗ്ധ്യം കൊണ്ടല്ലെന്ന്. നിന്നെ ചാകാൻ വിടാതിരിക്കേണ്ടതിന് ഒരു മരണത്തിനും വിട്ടുകൊടുക്കാത്തൊരു ദൈവം നിനക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മനസ്സിലാക്കണമെന്ന് രാത്രി ഞങ്ങൾ പറയുന്നു. ഇന്ന് രാത്രിയിൽ ഈ ആരാധിക്കുന്നവരൊക്കെ പറയുന്ന സാക്ഷ്യം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ നിലവിളി മാറ്റിയത് മതങ്ങളല്ല, ഞങ്ങളുടെ നിലവിളി മാറ്റിയത് ചൊല്ലുത്തുമല്ല, ആചാരങ്ങളല്ല, അനുഷ്ഠാനങ്ങളല്ല, കർമ്മങ്ങളല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ യേശു കാലുകുത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് മാറ്റമുണ്ടായതെന്ന്. യേശു ജീവിതത്തിൽ വന്നതുകൊണ്ട് നിലവിളി മാറിയവർ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഈ പാടത്തിനക്കരയുള്ള ആളുകൾ കേൾക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ നാട്ടുകാർ ചോദിക്കും, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിലവിളിയില്ലേ? ഇല്ല. കരയേലേ? അറിയില്ല. സത്യം സത്യം. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരയോ? അറിയില്ല. അപ്പൊ നിങ്ങൾ ഈ നിലവിളിക്കണതോ എവിടാ? പഠിച്ചോളണം. യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരാൾ പിന്നീട് കരയുന്നത് യേശുവിൻ്റെ മുൻപിലായിരിക്കും. വേറെ ഒരു സ്ഥലത്തും ഞങ്ങൾ കരയേല. സ്തോത്രം. നിങ്ങളെ എന്നാ കാണിച്ചാലും വേറെ യേശുവിനെ കണ്ടെത്തുന്നതിന് മുൻപ് കരയുവാൻ യോഗ്യതയില്ലാത്തവന്റെ മുമ്പിലൊക്കെ ഞങ്ങൾ കരഞ്ഞതാ. കളിമൺ പാത്രങ്ങൾക്ക് മുൻപിലും കൽക്കൂമ്പാരങ്ങൾക്ക് മുൻപിലും കണ്ണിൽ ചോരയില്ലാത്ത പലതിന്റെയും മുൻപിൽ മടിത്തുട്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ നാണയത്തുട്ടുകളും വലിച്ചെറിഞ്ഞിട്ടും ഞങ്ങളുടെ ചങ്ക് കാണുവാൻ കഴിയില്ലാത്തവർ ഞങ്ങൾ പലതും അർപ്പിച്ചതോ. പക്ഷെ യേശുവിനെ കണ്ടത് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരു മനുഷ്യന് മുൻപാകെ കരഞ്ഞിട്ടില്ല. തീർത്തു പറയാം, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മുൻപാകെ കരയാൻ പഠിച്ചവൻ മനുഷ്യന്റെ മുൻപാകെ കരയേണ്ടി വരില്ല. അനുഭവിക്കുന്നവർ കരമടിച്ചുന്ന രാത്രി ഈ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി 3, 7, 21, 40 ഒക്കെ തിരക്കുകൾ മാറ്റിവെച്ച് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തുന്ന ഒരു ദൈവഭക്തന് ഒരു മെമ്പറിന്റെ അടുക്കൽ പോലും ഒരു മെമ്മോറാണ്ടവുമായി പോകേണ്ടി വരില്ല. ദൈവത്തിന് മുൻപിൽ അപ്പൻ മകൻ ബന്ധം സ്ഥാപിച്ച് കൈ നീട്ടി വല്ലതും ചോദിക്കാൻ പഠിച്ച ബൈബിളിൽ ഈ യേശു ദീർഘ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെയേ പേരുള്ളൂ, അവിടെ പേരില്ലെന്ന്.
ഈ പേരൊന്നും ഇല്ലാത്ത പാവത്തുങ്ങൾ യേശുവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പം അവർ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടാ വീട്ടിൽ പോയത്. അപ്പൊ ഇവിടെ എന്ത് പേരുണ്ട് എന്നുള്ളതല്ല കുഞ്ഞെ അർത്ഥം. യേശുവിന് ഇവന്റെ പേരറിയാമേലേ? അറിയാമേലേ? എത്ര പേരറിയാം? ഈ പന്തലിൽ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും പേര് യേശുവിനെ അറിയാമേലേ? അറിയാം. ഒരുത്തൻ യേശുവിനെ കാണാൻ വേണ്ടി അത്തിമരത്തിന് മേളിൽ കയറിയിരുന്നു. അതിൻ്റെ താഴെ വന്നപ്പോൾ യേശു എന്ന് പറഞ്ഞ അത്തിയുടെ മുകളിൽ കയറിയവനെ എന്നല്ല വിളിച്ചു. പിന്നെ എന്തെന്നാ? സക്കായിയെ. കറക്റ്റ് പേരാ. ഇനി നമ്മുടെ പേരറിയാൻ യേശുവിൻ്റെ പേരറിയാൻ അത്തിയുടെ മേളിൽ കയറിയിരിക്കണോ? വേണോ? അതൊന്നും വേണ്ട. നഥനയേലിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കണ്ടു. അതിൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? അജായന്മാരെ, പെരളശ്ശേരി കൺവെൻഷനിൽ വീടിന്റെ കോലായിൽ ഇരുന്ന് പെന്തിക്കോസുകാർ എന്നതാ പറയുന്നേ, ഞങ്ങളുടെ വല്ല കുറ്റവും പറയുന്നുണ്ടോ എന്ന് ഒരക്ഷരം പോലും വിടാതെ കേൾക്കുന്ന അച്ചായന്മാരൊക്കെ ഉണ്ട്. കഞ്ഞി കുടിച്ചെങ്കിലും ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി ഓർത്തോളണം, പന്തലിനകത്ത് വന്നവന്റെ പേരും യേശുവിനറിയാം. വരാതെ ദൂരത്തിരിക്കുന്ന നിന്റെ പേരും യേശുവിനറിയാം. പരസ്യമായിരുന്നാലും രഹസ്യമായിരുന്നാലും നമ്മുടെ എല്ലാം പേരും വിലാസവും അറിയുന്ന ഒരു തമ്പുരാൻ ഇന്ന് രാത്രി ശബ്ദബീജുകളിൽ കൂടെ ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഇനി യേശുവിന്റെ പേരെന്തുവാ? അവൻ പറഞ്ഞേക്കണോ? എൻ്റെ പേര് അതാണ് അവന്റെ പേര്. ഏത് പള്ളിയിലിട്ട പേരായത്? റോമൻ ബറ്റാലിയനിൽ 6000 കണക്കുള്ള ബറ്റാലിയന്റെ പേരാണിത്. എന്തോന്ന്? ലഗിയോൻ. അതാണ് അവന്റെ പേര്. ഭൂമിയിൽ 3 വിധത്തിലാണ് പേരുകളുള്ളത്. ഒന്ന്, മാതാപിതാക്കന്മാർ ഇടുന്ന പേര്. ഇതാണ് നമ്മുടെയൊക്കെ പേര്. 2, ആ പേരിന് അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാരിടുന്നൊരു പേര്. അതെല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്കുണ്ട്, മിടുക്കന്മാർക്കൊക്കെ ഉണ്ട്. 3, ഏത് പേരും ഇടട്ടെ, മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് തമ്പുരാൻ നിനക്കൊരു പുതിയ പേരിടും. 3 പേരുകൾ. 1, മാതാപിതാക്കൾ ഇടുന്ന പേര്. അതാണ് നമ്മുടെയൊക്കെ പേര്. ബോംബെയിലെ സന്തോഷ് പാസ്റ്ററും അധ്യക്ഷൻ്റെ ഒക്കെ പേര് നമ്മളിവിടെ വായിച്ചു. ഞാനാണെങ്കിൽ പ്രസംഗിക്കാൻ കയറിയാൽ ഒരാളുടെയും പേര് പറയില്ല. അതുകൊണ്ട് 1-2 സ്ഥലത്തൊക്കെ പ്രസംഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ആളുകളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ചില സ്ഥലത്ത് പിന്നെ വിളിക്കുകയില്ല. ഞാൻ പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ 10-25 ആളുകൾ സ്റ്റേജിരിപ്പുണ്ടാവും. ഇവരെ ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ സാറ് ഇങ്ങനെ നോക്കിച്ച് ഓരോരുത്തർ എനിക്ക് ഒന്ന് പേര് പറയുമ്പോൾ മാറിയും പോകും. പേരെങ്ങാനും മാറിയാൽ കുഴപ്പമില്ല, അവർ വഹിക്കുന്ന സ്ഥാനം എങ്ങാനും മാറിയാൽ നമ്മളെ ഇപ്പം തന്നെ 3-ാം സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടും അവർ. അതുകൊണ്ട് ഈ അബദ്ധം എനിക്ക് പറ്റുമെന്നുള്ളത് ഞാൻ പറയും. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷനും മറ്റെല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ വിനീതമായ അത്രേ ഞാൻ പറയുള്ളൂ. എന്നെ കൊന്നാൽ ഞാൻ ആരെയും പേര് പറയല്ല. അത്രയും പറഞ്ഞാൽ പോരെ? എന്നതാ ഈ പേരിനകത്തിരിക്കുന്നു? സ്വത്രം. എന്നാൽ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ പേര് പറയുന്നതുകൊണ്ട് ദോഷമൊന്നും ഇല്ല. എൻ്റെ മെമ്മറി കുറവായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് മാത്രം. എന്നെ തന്നെ എന്ന് പറയുന്ന ജോയി പാറക്കടവിൽ പ്രസംഗിക്കുന്ന, പാറക്കടവിൽ ആരാണ്, പാറക്കൽ ആരാണ്? അപ്പം എത്രയോ പ്രാവശ്യം മാറിപ്പോയിട്ടുണ്ട്, നമ്മളത് കണക്കാക്കാറില്ല. പണ്ടൊക്കെ നമ്മുടെ പേര് ഒത്തിരി നീളമായിരുന്നു. അതിനാണ് ഈ പത്മനാഭ നായർ, പിന്നെ അങ്ങനെ ഒത്തിരി എന്താണ് ശ്രീ ചിത്തിര തിരുനാൾ മഹാ, എന്തോ ഒരു നീളമാ പേരിന്. ആളുകൾക്കത് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നീട് നമ്മുടെ പേരുകൾ 4 അക്ഷരമാക്കി. അപ്പോഴാണ് എൻ്റെ അപ്പനൊക്കെ ജനിക്കുന്നത്. ചാക്കപ്പൻ, മറിയാമ്മ, ഏലിയാമ്മ, ഉണ്ടോ? 4 അക്ഷരമാണ്. 4 അക്ഷരം. പിന്നെ അത് 3 അക്ഷരമായി. അന്നമ്മ, ചിന്നമ്മ, പൊന്നമ്മ, 3 അക്ഷരം. പിന്നെ 2 അക്ഷരമായി. അപ്പോഴാണ് ഞാനൊക്കെ ജനിക്കുന്നത്. ജോയി, ലില്ലി, ബീന, എൻ്റെ വീട്ടിലെ പിള്ളേരുടെ പേരായിട്ടാണ്. പിന്നെ 1 അക്ഷരമായി. സാം, ശ്യാം, ഒറ്റ അക്ഷരം. പിന്നെ വീണ്ടും ഇപ്പൊ പഴയതിലേക്ക് പോയി തുടങ്ങിയിട്ടോ. ഇപ്പൊ ചില പിള്ളേർ ചോദിക്കും, എന്താ മോളെ പേര്? അപ്പൊ എനിക്ക് മനസ്സിലായി, ഞങ്ങൾ പലരാകുന്നു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണല്ലേ.
എന്തൊരു പേരാ ഈ കൊച്ചിൻ്റെ പേര്, കൊച്ചിൻ്റെ അമ്മയുടെ പേര്, അമ്മയുടെ പേര്, അമ്മയുടെ കുഴി കിടക്കുന്നവരെ ഇതിനകത്തുണ്ടെന്നായി പറഞ്ഞത്. എന്നാലും ഏതൊരു പേര് വിളിച്ചാൽ പോരെ. ചില ആളുകളാണെങ്കിൽ അപ്പൻ്റെ പേരിൻ്റെ ഒരക്ഷരം, അമ്മയുടെ പേരിൻ്റെ ഒരക്ഷരം, അങ്ങനെയൊക്കെ എല്ലായ്പ്പോഴൊക്കെ ഒക്കുവോ? അങ്ങനെയൊന്നും എപ്പോഴും ഒക്കില്ല. പത്രോസ് ശലോമിയെ കല്യാണം കഴിച്ചു. ആദ്യത്തെ രണ്ടുപേരുടെയും കൂടെ ആദ്യത്തെ പേരിൻ്റെ അക്ഷരം കൊച്ചിനിട്ടാൽ പശ എന്നിടണ്ടേ. അന്താരാഷ്ട്ര നിലവാരമുള്ള 2 പേരുകളാണ് മാർട്ടിൻ, ക്രിസ്റ്റീന. അവരെ കല്യാണം കഴിച്ചിട്ട് അവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരം കൊച്ചിനിട്ടാൽ അതിനെ ജന്തുവർഗ്ഗക്കാരെടുത്തുണ്ടു മാക്രി എന്ന് പേരിടണ്ടേ. ഈ നമ്മൾ ഇങ്ങനെ ഈ ലോകക്കാർ വേദപുസ്തകത്തെ പേരിടും മക്കളെ. അത്രയും പറഞ്ഞ് ഞാനങ്ങ് നിർത്തുക. പണ്ടാരോ കല്യാണം കഴിഞ്ഞപ്പം ചോദിച്ച പോലെ, ഞങ്ങൾക്ക് പാസ്റ്റർ പ്രസംഗമൊക്കെ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേര് വിളിക്കാൻ തീരുമാനിച്ചു. എന്ത് പേര്? ഹണി. ഹണി എന്ന് പറഞ്ഞ തേൻ. ഇപ്പം കേട്ട പാസ്റ്റർ പറഞ്ഞു, വിളിച്ചോളൂ, അവസാനം ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അവിടെ നിൽക്കട്ടെ. മാതാപിതാക്കൾ ഇടുന്ന പേരാണ് ഒരു പേര്. പറ്റുമെങ്കിൽ ബൈബിളിലെ പേരിടുക. അവിടെ നിർത്താം. 2, ഈ മാതാപിതാക്കൾ ഇട്ട പേരനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാർ പേരിടും. പത്രത്തിൽ വരുന്ന പേരുകൾ പറയാം. നിങ്ങൾ ചിരിച്ചോളൂ, പക്ഷേ ചിരിക്കുന്നവർക്കുള്ള ദൂത പുറകെ വരുന്നുണ്ട്. വെട്ടുകത്തി സുരേഷ് വായിക്കുന്നുണ്ട് പത്രത്തിൽ. കോടാലി ശ്രീധരൻ വായിക്കാറുണ്ടോ? വായിക്കാറില്ലേ? മൃഗം സാജു വായിക്കാറുണ്ടോ? ഇവനെയൊക്കെ ഏത് പള്ളിയിലെ അച്ഛനാണ് ഈ പേരിട്ടത്? ഇന്നു മുതൽ ഇവൻ മൃഗം സാജു എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെയാണോ പള്ളിയിലെ പേര്? ഏതെങ്കിലും അമ്പലത്തിൽ പൂജാരി പറഞ്ഞു ഇവൻ ഇന്നു മുതൽ കോടാലി ശ്രീ, അങ്ങനെയാണോ? അല്ല. മൃഗത്തിൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവന് നാട്ടുകാർ എന്ത് പേരിട്ടത്. കോടാലി ഉപയോഗിച്ചാണ് വെട്ടിക്കൊല്ലുന്നതും വീട് കുത്തിപ്പൊളിക്കുന്നതും ശ്രീധരൻ. അതുകൊണ്ട് അവന് എപ്പോൾ നോക്കിയാലും സുരേഷിൻ്റെ പുറകിലൊരു വെട്ടുകത്തി കാണുന്നു. അമ്മനങ്കാരനാണ്. അപ്പോൾ അവനെ എന്ത് പേരിട്ടു? വെട്ടുകത്തി സുരേഷ്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിൻ്റെ കയ്യിലിരിപ്പ് അനുസരിച്ചാണ് നാട്ടുകാർ നിനക്ക് പേരിടുന്നത്. എൻ്റെ അപ്പന് 53 കേസുകളുള്ള ആളായിരുന്നു. ഇതൊക്കെ പ്രസംഗമൊക്കെ ലോകം മുഴുവൻ കേൾക്കുന്ന ആളുകളാണ്. എൻ്റെ നാട്ടുകാരും കേൾക്കുന്നുണ്ട്. 53 കേസുള്ള ഒരാളാണ് എൻ്റെ അപ്പൻ. പെരുമ്പാവൂർ വേങ്ങൂർ ഭാഗത്ത് ചെന്നാൽ അപ്പന് പേരില്ല. മിന്നൽ ചാക്കോ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. മിന്നൽ എന്ന് പറഞ്ഞാൽ പുള്ളി എവിടെ അടിയുണ്ടെങ്കിലും ചാടി വീഴും. മിന്നൽ പോലെ ചാടി വീഴും. കുറുപ്പമ്പടി SI വരെ തല്ലിയിട്ടുണ്ട് എൻ്റെ അപ്പൻ. അപ്പോൾ 53 കേസുണ്ട്. അപ്പോൾ അപ്പൻ്റെ പേരെന്തോ നാട്ടിൽ? മിന്നൽ എന്നാണ്. ഞാൻ എൻ്റെ നാട്ടിലെ അവിടെ എന്നെ ആളുകൾ എപ്പോഴും പ്രസംഗിക്കാൻ വിളിക്കും. നാളെയും ചെന്നപ്പം ഇപ്പോഴത്തെ പിള്ളേർ ചോദിച്ചു, അവരുടെ അമ്മ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി സുഖമായിരിക്കുന്നു പറഞ്ഞു. മോനെ കണ്ടിട്ട് എത്ര നാളെ വല്ലപ്പോഴൊക്കെ പാടപ്പം ഞാൻ. അപ്പോൾ പിള്ളേർ ചോദിച്ചു, മമ്മി ആരെ മമ്മി ഇത്ര കാര്യമായിട്ട് പറഞ്ഞു? ഇത് നമ്മുടെ പാറയ്ക്കൽ ചാക്കമ്മൻ ചേട്ടൻ. ഏത് പറഞ്ഞു? കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ മിന്നൽ. മിന്നൽ കിട്ടാം, മിന്നലിൻ്റെ മോനാണ്. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പം ചേച്ചി പറഞ്ഞു, അല്ല ഞാനായിട്ട് എങ്ങനെ പറയുന്ന കരുതി ഇങ്ങനെ വിഴമ്പിച്ച് നിൽക്കുകയെന്ന്. അല്ല നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല, എന്നാലേ അറിയുള്ളൂ. ഈ ഇരട്ടപ്പേരുള്ളവരെ നേരിട്ട് വിളിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ അപ്പനോട് ഒരുത്തം വന്ന് ചോദിച്ചു, ചേട്ടാ എന്തോ ഈ മിന്നലിൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചു. അവന് ഇടി, മിന്നൽ, നാദം, അതിൻ്റെ അകമ്പടിയോടുകൂടി പെരുമഴ പെയ്തു. അവന് നങ്ങേലിയുടെ ആശുപത്രിയിൽ പിന്നെ തിരുമ ചികിത്സയിലൊക്കെ വിട്ടത്. അപ്പോൾ എൻ്റെ അപ്പൻ 50 വയസ്സ് വരെ ജീവിച്ചിട്ട് ഈ പേര് മാറ്റാൻ ഒരു മതത്തിനും കഴിഞ്ഞില്ല. അറിയാം, എൻ്റെ വീടിൻ്റെ അകത്ത് മന്ത്രവാദം ചെയ്യുന്ന ഒരു പ്രത്യേക മുറി ഉണ്ടായിരുന്നു. സകല മന്ത്രവാദവും മാജുകൻ്റെ അപ്പനറിയായിരുന്നു. കൺകെട്ട് വിദ്യ അറിയായിരുന്നു. ചാത്തൻ സേവ അറിയാമായിരുന്നു. എൻ്റെ അപ്പൻ 50 വർഷം ജീവിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു ഉപദേശം വന്ന് കയറി ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ 50ാമത്തെ വയസ്സിൽ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൽ നിത്യൽ വിശ്രമിക്കുന്ന പോൾ ഗോപാലൻ അപ്പച്ചൻ ഒരു വേദപുസ്തകവുമായി എൻ്റെ വീടിൻ്റെ പടിയൗട്ടി. ഇനാമിനിസ് കൊതുകിൻ്റെ വണ്ണമേ ഉള്ളൂ ഉപദേശിക്ക്. പക്ഷേ എൻ്റെ വീടിൻ്റെ നടക്കല്ലിൽ ഉപദേശി കാലുകുത്തിയപ്പം 50 വർഷം പഴക്കമുള്ള കുടിയിരിപ്പിന്റെ ശക്തികൾ കുടുംബത്തിന്റെ അകത്ത് ഇളകി തെറിക്കാൻ തുടങ്ങി. നിസാര മണിക്കൂറുകൾ ദൈവത്തിന്റെ വചനം പങ്കിട്ടു. 5 വർഷം പഴക്കമുള്ള മിന്നൽ ചാക്കോയുടെ കെട്ട് ദൈവം പൊട്ടിച്ചു. 3 വർഷം ഒരു സുവിശേഷ വേലക്കാരനായിട്ടാണ്
എന്റെ അപ്പൻ നിത്യത്തിലേക്ക് യാത്രയായത്. ഈ രാത്രിയിൽ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, എന്റെ അപ്പന്റെ മേൽവിലാസം മാറ്റിയത്, ആ മകനായ അപ്പന്റെ മകനായ ജോയി ബാറക്കലിന്റെ മേൽവിലാസം മാറ്റിയത്, ഞങ്ങളുടെ തകർച്ചകൾ മാറ്റിയത്, ഞങ്ങളുടെ മന്ത്രവാദവും പൈശാചിക ബന്ധനങ്ങളും കെട്ടുപൊട്ടിച്ചത്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് യേശു എന്ന ദൈവം കാലുകുത്തിയപ്പോഴാണെന്ന് ധൈര്യമായി ഞങ്ങൾ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇനി മൂന്നാമത്തെ പേര്, നീ ഏത് കൊലപാതകയായിക്കോട്ടെ, ഏത് ഇടിയും മിന്നലും ആയിക്കോട്ടെ, യേശുവിന്റെ കാൽവരുടെ കുരിശിന്റെ ചുവട്ടിൽ ചെന്നാൽ ഇന്ന് രാത്രി യേശു നിനക്കൊരു പേരിടും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ബാക്കിയൊന്ന് കരമടിച്ചു പറ, ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അവകാശം നൽകി. ഒരു മതത്തിനും നിനക്ക് മാറ്റം വരുത്താൻ കഴിയില്ല, ഒരാചാരങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. നിന്റെ പേര് മാറ്റാൻ, നിന്റെ സ്വഭാവം മാറ്റാൻ, നിന്റെ ജീവിതം മാറ്റാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കണം. അവന്റെ പേര് മാറി, അവൻ ദൈവത്തിന്റെ മകനായി. കാൺമീൻ നാം. ഞാൻ മൂന്നാമത്തെ ഭാഗം പെട്ടെന്ന് പറയുക, 9 മണി വരെ സമയമുള്ളൂ, ആരാധിക്കാൻ വേണ്ടി ഇരിക്കുക. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. അവൻ്റെ വീട് മാറി. ആ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു, 5:18. മർക്കോസ്. സിബൊക്കെ ഇട്ടു എന്ന് എനിക്ക് മനസ്സിലായി. 8:45 കഴിഞ്ഞപ്പോഴേക്കും സിബൊക്കെ ഇട്ട് താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. പ്രസംഗത്തിന്റെ ക്ലൈമാക്സ് ആണ്. 9 മണി കഴിഞ്ഞ് 2-3 മിനിറ്റ് പോയാലും സ്വത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ചെയ്യണം പോകാനായിട്ട്. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചല്ല അവസാനിപ്പിക്കുന്നത്, ഇവിടുത്തെ ശ്രോതാക്കൾ പ്രാർത്ഥിച്ചാണ് ഇന്ന് രാത്രി യോഗ അവസാനിക്കുന്നത്. നേരെ തിരിച്ചിടാൻ പോവുക. സ്വത്രം ശ്രദ്ധിച്ചോ, രോഗം മാറി. ഇവനോട് പറഞ്ഞു, യേശു പറഞ്ഞു ഞാൻ കൂടെ പോരട്ടെ. യേശു പറഞ്ഞു കൂടെ വരണ്ട. ഈ ചില നേരത്തെ യേശുവിൻ്റെ സ്വഭാവം മറ്റും കാണുമ്പോൾ എനിക്ക് തീരെ പിടിക്കുകയില്ല. ഒരു വൃത്തികെട്ട സ്വഭാവം എന്നൊക്കെ തോന്നിപ്പോകും. ഉദാഹരണം, ഈ ഭ്രാന്തൻ സൗഖ്യമായിട്ടും ഞാൻ യേശുവിൻ്റെ കൂടെ പോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് മറ്റേ ഒരാൾ നിങ്ങളുടെ സഭയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നോവ വാടകയ്ക്ക് വിളിച്ച് അവനെ ചാക്കിനകത്തിട്ട് കൊണ്ടുപോകും. യേശു പറയാണ് വരണ്ടാന്ന്, നീ എൻ്റെ കൂടെ വരണ്ട. എന്നെ സ്വഭാവം. ഇനി അത് ആ സ്വഭാവത്തിൻ്റെ വൈരുദ്ധ്യം അടുത്ത ഭാഗം നോക്കാം. ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, കർത്താവേ ഞാൻ നിൻ്റെ കൂടെ വരികയാണ്. പോരെ, ഞാൻ വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും ചോദിച്ചിട്ട് ഇപ്പോൾ വരാം. ശ്രദ്ധിച്ചോളേ, വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും ചോദിച്ചു ഇപ്പം വരാമെന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞു വീട്ടിൽ പോകാൻ പറ്റില്ല, എൻ്റെ കൂടെ ഇപ്പോൾ വരണം. കേട്ടോളാം, ഞാൻ നിൻ്റെ കൂടെ വരികയാണ്, വീട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ ഭ്രാന്തനോട് പറഞ്ഞു എൻ്റെ കൂടെ വരാൻ പറ്റില്ല, മര്യാദയ്ക്ക് വീട്ടിൽ പോകണം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞവനോട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു, നിൻ്റെ കൂടെ വരാൻ പറഞ്ഞവനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അതായത് പറഞ്ഞു. നമ്മൾ പറയും യേശുവിന് വിരുന്ന് വീടല്ല ഇഷ്ടം, പിന്നെ ഏതാ? ആര് പറഞ്ഞു? അങ്ങനെയൊക്കെ ആരെയും പറഞ്ഞേ? നമ്മളങ്ങനെ യേശുവിന് വിരുന്ന് വീടല്ല ഇഷ്ടം. കാനാവിലെ കല്യാണം വിരുന്ന് വീടാണോ വിലാപ വീടാണോ? വിരുന്ന്. ഇത് പോയോ പോയില്ല? ശിഷ്യന്മാരെ അങ്ങോട്ട് പോയി. വിരുന്ന് വീടല്ല ഇഷ്ടമല്ലേ? ഈ ലാസറിന്റെ വീട് വിരുന്ന് വീടാണോ വിലാപ വീടാണോ? വിലാപ വീട്. അവിടെ പോയോ പോയില്ലയോ? ചത്തിട്ടും പോയില്ല. നമ്മളിപ്പോ എന്താ പറയുന്നത്? യേശുവിന് വിരുന്ന് വീടല്ല ഇഷ്ടം, പിന്നെ ഇതിൻ്റെയൊക്കെ മർമ്മം പഠിക്കുമ്പം അസാധ്യമായ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. യേശു മരിച്ച വീട്ടിൽ പോകാത്തതിനായി ദൈവത്തിന് സ്തോത്രം. എന്നാ കാര്യം? ഒരു കൊച്ചു മരിച്ചു എന്നും പറഞ്ഞ് അവിടെ ചെന്നു, അത് എഴുന്നേറ്റിരുന്ന കഞ്ഞിയും പയറും കുടിച്ചു. അപ്പോൾ യേശു വിചാരിച്ചു ഞാനിനി ചത്ത വീട്ടിൽ പോകണില്ല. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പം വഴിയിൽ വെച്ചൊരു കൊച്ചിനെ കണ്ടു, അത് എഴുന്നേറ്റിരുന്ന് അത് വീട്ടിലോട്ട് പോയി. ആ ശവപ്പെട്ടിക്ക് ഇനി എന്ത് ചെയ്യും നിങ്ങൾ പറയാം? ശവപ്പെട്ടി കച്ചവടക്കാരൻ കൊണ്ടുകൊടുത്താൽ മേടിക്കൂ? ഇനി എന്നാൽ കൊച്ചും പരിക്കുമ്പോൾ അടയ്ക്കാമെന്ന് പറഞ്ഞത് വീട്ടിൽ വെച്ചേക്കാൻ വിട്ടത് മതിക്കൂ? ഇതെന്ത് ചെയ്യും?
സത്യം പറഞ്ഞാൽ ഈ യേശു ലാസർ ചത്തു നാറ്റം വെച്ചിട്ട് അവൻ എഴുന്നേറ്റ് വന്നു. സത്യം പറഞ്ഞാൽ 3.5 കൊല്ലം കൊണ്ട് ശവപ്പെട്ടി കച്ചവടക്കാരിലെ യേശുവിനെ പ്രായിക്കാണ്. എൻ്റെ ആശയം പറയാം, യേശു തീരുമാനിച്ചു ഇനി ഞാൻ മരിച്ച വീട്ടിൽ പോകുന്നില്ല, കാരണം 3.5 കൊല്ലം ശവടക്കം നടക്കുകയില്ല. അതാ പോകാത്തത് പോലെ മനസ്സിലായേ. സ്വത്രം ഈ ഭാഗത്തേക്ക് വരാം. ഇവനോടെന്താ വീട്ടിൽ പോകാൻ പറഞ്ഞേ? അവനോടെന്താ വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞേ? അവനെ വീട്ടിലോട്ട് വിട്ടാൽ പോയ വഴി പുല്ല് ഉളക്കുകയില്ല. അടുത്ത വർഷം ഡിസംബർ മാസം 1-ാം തീയതി ഞാൻ വീഡിയോ എടുത്തിക്കോളാം. നടക്കുകയില്ലെന്ന്. അവൻ നടക്കാൻ പോണ കാര്യമൊന്നുമില്ലെന്ന്. മാവേലിക്കര അപ്പച്ചൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യവും എനിക്ക് നടന്നില്ല. അതുകൊണ്ട് ഈ വർഷം ഞാൻ എൻ്റെ തീരുമാനങ്ങളെല്ലാം പുതുക്കുന്നു. എന്താണ്? പുതുക്കി വെക്കുന്നു. ഈ പുതുക്കി വെക്കലേ നടക്കുള്ളൂ. സ്വത്രം. ഇവനെ എൻ്റെ കൂടെ വന്നാൽ ഒക്കുകയില്ല. എന്താ കാര്യം? ഇവനോട് യേശു പറഞ്ഞു, നീ വീട്ടിലോട്ട് പോ. അല്ല, ഞാൻ വീട്ടിൽ പോകണില്ല, നീ വീട്ടിലോട്ട് പോ. എന്താ കാര്യം എന്ന് അറിയാമോ? പഠിച്ചോളൂ. യെശയ്യാവ് 14:16 വായിക്കണ്ട, ഇനി സിബിട്ടോ. അവിടെ ലൂസിഫറിനെ കുറിച്ചൊരു വാചകമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അവൻ്റെ സ്വഭാവം, പിശാചിൻ്റെ സ്വഭാവം, രാജ്യങ്ങളെ കുലുക്കും, പട്ടണങ്ങളെ മറിച്ചിടും, തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്യുന്നവനാണ് ലൂസിഫർ. യെശയ്യാവ് 14:16 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളാം. നമുക്ക് രോഗം വന്നു, മുളക്കുഴ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, രോഗം വന്നു, വീട്ടിലോട്ട് വരും, യാത്ര ക്യാൻസൽ. വൈറൽ ഡിസോർഡറായി, യാത്ര ക്യാൻസൽ, വീട്ടിലോട്ട് വരും. അങ്ങനെയല്ലേ? ഏത് രോഗം വന്നാലും നമ്മൾ വീട്ടിലോട്ടാ വന്ന് കയറാൻ ആഗ്രഹിക്കുന്നത്. മാനസിക രോഗം വന്നാൽ വീട്ടിലോട്ടല്ല കയറുന്നത്, വീട്ടിൽ നിന്ന് പുറത്തോട്ടാ പോകാൻ ആഗ്രഹിക്കുന്നത്. അവൻ വീടിൻ്റെ കയ്യാലെ പുറത്തിരിക്കും, പിന്നെ പട്ടണത്തിൽ ഉപ്പുംചാക്കിനെ പുറത്തിരിക്കും, പിന്നെ വീട്ടിലോട്ട് വരത്തില്ല. നമ്മളവനെ കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ടാൽ അവന് കെട്ടുപൊട്ടിച്ച് പുറത്തു പോകും. ഒടുവിൽ ശവക്കോട്ടകളിൽ അന്തി ഉറങ്ങും. എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അകത്തോട്ട് 6000 ഭൂതം കയറിച്ച് പറയുകയാണ്, നിന്നെ ഇനി ഞങ്ങൾ സ്വന്തം വീട്ടിലോട്ട് വിടുകയില്ല. വിട്ടാൽ നിനക്ക് പരിചരണങ്ങൾ ഉണ്ടാകും, പിന്നെ ഞങ്ങളുടെ 6000ൻ്റെ കോളനി അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വിടത്തില്ല. ദൂത്. ഈ ലോകത്തിലെ വീടല്ലാതെ വേറെ ഒരു വീടുണ്ട് എന്ന് നാട്ടുകാർ മനസ്സിലാക്കണം. ഏത് വീടാ? അപ്പൻ്റെ വീട്. അപ്പൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മുടിയൻ പുത്തനാണ് പറഞ്ഞത് സുബോധമില്ലെന്ന്. അവൻ സുബോധം വന്നപ്പോൾ ആദ്യം ഓർത്തത് ആ അപ്പൻ്റെ വീടാണ്. പെരളശ്ശേരിയിലെ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങിയല്ലോ. പക്ഷെ മുങ്ങാത്തൊരു വീടുണ്ട് മക്കളെ. ഇസ്രായേൽ ഒരു വീടാണ്, ദൈവസഭ ഒരു വീടാണ്, ശരീരം ഒരു വീടാണ്, പണിതിരിക്കുന്നൊരു വീടാണ്. 4 വീടും ഭൂമിയിലാണ്, 4 മാറ്റപ്പെടും. എന്നാൽ 5ാമത്തെ വീട് ഭൂമിയിലല്ല, അത് സ്വർഗത്തിലാണ്. ആ വീട്ടിലെ മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ 4 വീട്ടിലെ ഉണ്ടായിട്ടും കാര്യമില്ലെന്ന്, ആ വീട്ടിലേക്ക് നിന്നെ കയറ്റുകയില്ലെന്ന് വാദിക്കുന്ന ഒരു ലൂസിഫറിന്റെ വ്യാപാരം ദേശത്തുണ്ടെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. തെളിവ്. ഇവിടത്തെ പഠിത്തമില്ലാത്ത അപ്പച്ചന്മാര് ചായക്കട ചെന്നാൽ മംഗളം, മാതൃഭൂമി, മനോരമ 4 പത്രം വായിക്കും, 4 ചായ കുടിക്കും. 1-ാം ലോക മഹായുദ്ധം പറയും, 2-ാം ലോക മഹായുദ്ധം പറയും, ഇപ്പോഴത്തെ സിൽക്ക് പാതയെ കുറിച്ച് പറയും, ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറയും, ജെറുസലേം തലസ്ഥാനമായി പറയും, സ്കട്ട് മിസൈൽ, പേട്രിയറ്റ് ഒക്കെ പറയും. ഇവിടെ ആർക്കാ വിവരമില്ലാത്ത? പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ലാത്ത ഇവിടുത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ലോകകാര്യങ്ങൾ പറയാനുള്ള വിവരമുണ്ടല്ലോ, ജ്ഞാനമുണ്ടല്ലോ. ഞങ്ങൾ ചോദിക്കുന്നു, ഇതേ അപ്പച്ചന്മാരോട്, ഇതേ അമ്മച്ചിമാരോട് എന്തുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം പറഞ്ഞാൽ, നിത്യതയെ കുറിച്ച് പറഞ്ഞാൽ, ക്രൂശിനെ കുറിച്ച് പറഞ്ഞാൽ അത് മാത്രം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? വിവരമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇത് മാത്രം നീ ഗ്രഹിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യാപാരമുണ്ടെന്ന്. തേജസ്സുള്ള സുവിശേഷത്തിന്റെ മർമ്മം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം നിന്റെ തലച്ചോറിന് ചുറ്റും വ്യാപരിച്ചിരിക്കുന്ന ഒരു കെട്ടുണ്ടല്ലോ, ആ കെട്ടാണ് ഇന്ന് രാത്രിയിൽ പെരളശ്ശേരിയിൽ പൊട്ടിമാറേണ്ടത് എന്ന് തിരിച്ചറിയുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ.
ദൈവദാസൻ അത് ആദ്യമായി ദൂത് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ ഗദരദേശത്തേക്ക് പോകാൻ പടക് കയറിയപ്പം ഒരു കാറ്റ് വന്നു. വായിക്കണ്ട. യേശു ഉറങ്ങി. എഴുന്നേറ്റം പറഞ്ഞ വാക്കെന്നാന്നറിയാമോ? കടലിനോട് പറഞ്ഞു അനങ്ങാതിരിക്കുക. മനസ്സിലായി എന്ന്. കാറ്റിനോട് എന്താ പറഞ്ഞത്? ശാസിച്ചു. എന്താ പറഞ്ഞെന്ന് അവിടെ എഴുതിയിട്ടില്ല. എപ്പോഴാ ശാസിക്കുന്നത്? ആരെയാ ശാസിക്കുന്നത്? യേശു പടകിനകത്ത് കയറിയപ്പം പകർന്ന തൈലം പോലെ ഒരു ഇളങ്കാറ്റ് വന്ന് യേശുവിൻ്റെ നാമത്തിൻ്റെ സുഗന്ധം ഗദരദേശത്തെത്തിച്ചു. 6000 ഭൂതങ്ങൾ 12 വർഷമായി ശവക്കൂനയിൽ അടക്കി ജ്വാലക്കത്ത കണ്ണ് തുറന്ന് ഈ തിരമാലയ്ക്ക് പിറകിൽ വ്യാപരിച്ച ശക്തി ഏതാണ് നോക്കിയപ്പോഴുണ്ടല്ലോ 6000 ഭൂതങ്ങൾ നിരന്നു നിൽക്കുന്നു. അടുത്ത വാക്ക് യേശു അതിനെ ശാസിച്ചു. ദൂത് കടലിൽ യേശു ശാസിച്ച സെക്കൻഡിൽ കരയിൽ 6000 എണ്ണത്തിന്റെ കെട്ടുപൊട്ടി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശു കാല് കുത്തിയതും കെട്ടുപൊട്ടിയവനാണ് വന്ന് കാൽക്കൽ വീണത്. ഇവിടെ നിന്ന് കൽപ്പിച്ചാൽ അക്കരെ വിടുതൽ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകത്തില്ലേ മക്കളെ? ഉണ്ടാകത്തില്ലേ? യേശുവിനോട് ശതാധിപൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് സുഖമില്ല. യേശു പറഞ്ഞു, പൊക്കോ. അവൻ പോയി. വഴിയിൽ വെച്ചവന്റെ ദാസൻ വന്നു, നിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു. ഇവൻ ചോദിച്ചു, എപ്പോ? ഇന്നലെ 7 മണിക്ക്. അർത്ഥം, ഇന്നലെ 7 മണിക്കാണ് യേശു പറഞ്ഞത് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു ഇവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങകലെ നിന്റെ കുഞ്ഞിനത് ജീവൻ വ്യാപരിക്കുമെങ്കിൽ പെരളശ്ശേരി ദൈവസഭയുടെ അങ്കണത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദേശാധിപതിയുടെ കെട്ടുപൊട്ടിക്കുവാൻ അഭിഷേകമുള്ള ദൈവമക്കൾ ഇതിനകത്തിരുന്ന് ഒരു ശാസന ശാസിച്ചാൽ, ഒരു കൃപ പ്രാപിച്ചവൻ ദൈവത്തെ സ്തുതിച്ചാൽ 10 കിലോമീറ്റർ സറൗണ്ടിൽ ദേശത്തെ അടക്കി പിടിച്ച് ഭരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളുടെ വേര് ഇന്ന് രാത്രിയിൽ അഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണം. ഒന്ന് എഴുന്നേറ്റാട്ടെ ദൈവമക്കളെ. സ്തോത്രം, 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 സ്തോത്രം. ഒന്ന് എഴുന്നേക്ക. ചാടി അങ്ങോട്ട് എഴുന്നേക്കുന്നു. 4ാമത്തെ പോയിന്റ് പറഞ്ഞില്ലല്ലോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ? അവന്റെ നഗ്നത മാറി. 4000 വർഷമായി ഏദനിൽ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അത്തി ഇല കൊണ്ടുള്ള അരയാട ഉണക്കി മാറ്റിയിട്ട് ഒരു മൃഗത്തിന്റെ തോലുടിപ്പിച്ച ദൈവം ശാശ്വത പരിഹാരത്തിനായി വാഴ്ത്തപ്പെട്ട ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. 4000 വർഷങ്ങൾ കൊണ്ട് 18 ന്യായാധിപന്മാർ, 41 രാജാക്കന്മാർ, കാലഘട്ടത്തിന്റെ യുഗപ്രഭാവ വീരന്മാരായ ഭക്ത ശിരോമണികൾ, മഹാപുരോഹിതന്മാർ, പ്രവാചകന്മാർ, അവർക്കൊന്നും ഈ നീതിവസ്ത്രം നെയ്തെടുക്കാൻ കഴിഞ്ഞില്ല. 33 വർഷം കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് വെറും 3.5 കൊല്ലം കൊണ്ട് പാലസ്തീന്റെ പച്ചമണിനെ ഉഴുതുമറിച്ച് 4000 വർഷങ്ങൾ കൊണ്ട് ആർക്കും നെയ്തെടുക്കുവാൻ കഴിയാത്ത ഒരു നീതിവസ്ത്രം നിനക്ക് വേണ്ടി അവൻ ക്രൂശിൽ നെയ്തെടുത്തു. കല്യാണ പന്തലിലേക്ക് ചെന്നവന് കല്യാണ വസ്ത്രം കൊടുത്തതും കെട്ടഴിക്കപ്പെട്ട കഴുതയ്ക്ക് മുൻപിൽ നീതിവസ്ത്രം ഇട്ടതും അതിന്റെ ഉദാഹരണങ്ങളായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ നമുക്ക് വേണ്ടി യേശുക്രിസ്തു കാൽവരിയിൽ ഒരു നീതിവസ്ത്രം നെയ്തെടുക്കുകയായിരുന്നു. ഈ രാത്രി ഞങ്ങൾ പറഞ്ഞവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രിയിൽ യേശു വന്നതുകൊണ്ട് നിലവിളി മാറിയവർ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രിയിൽ യേശു വന്നതുകൊണ്ട് ദൈവത്തിന്റെ മക്കളായി മാറിയവർ ഒന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി യേശു വന്നതുകൊണ്ട് മാന്യതയോടെ നിൽക്കുവാൻ എന്നെ ദൈവം സഹായിച്ചതുപോലെ നിങ്ങളെ സഹായിച്ചുവെങ്കിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. യേശു വന്നതുകൊണ്ട്
സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശനം ലഭിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. യേശു വന്നതുകൊണ്ട് സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ തടസ്സമായി ഇന്ന് രാത്രിയിൽ അപ്പന്റെ വീട്ടിലേക്ക് ഇതിനെ അയക്കുകയെന്ന് വെല്ലുവിളിക്കുന്ന ലൂസിഫറിന്റെ ശക്തിയെ ഒന്ന് ആരാധിച്ച് ബന്ധനം പൊട്ടിക്കുവാൻ കഴിയുന്നവർ ഒന്ന് കണ്ണടച്ച് കരമടിച്ചു ഒരല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നിന്റെ പേരെന്ത് എന്ന് ചോദിക്കുന്ന യേശുവിന്റെ മുൻപാകെ ചില നെടുമ്പാട് വീഴട്ടെ. ശക്തിയോടെ ഒന്ന് കരമടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്ത ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, ഇവിടെ ആരാധിക്കുന്നവർ, ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നവര്, ഇതുവരെ അടക്കി പിടിച്ച ശത്രുവിന്റെ സകല ബന്ധനങ്ങളും ഇന്ന് രാത്രി കെട്ട് അത് പൊട്ടിച്ചടിച്ചു മാറ്റുവാൻ കരങ്ങൾ തട്ടി വായികൾ തുറന്ന് സകല നാമത്തിന് മേലായ നാമത്തെ ഇന്ന് രാത്രി സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമം